അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ആ, നമ്മളെ പറ്റിയിട്ട് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരെയും പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ഞാൻ ഈ ഒരു സെഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഗ്രൂപ്പിൽ ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സെഷൻ ആണെന്നാണ്. അപ്പൊ നമ്മൾ ഈ മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് നമ്മുടെ സെഷന്റെ കാര്യം എടുത്ത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീഡിയോ, നമ്മുടെ വിഷൻ സെറ്റിംഗ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്യണം? അതൊന്ന് കാണണം. കാരണം അതിൽ നമ്മുടെ വിഷൻ എന്താണ്, നമുക്ക് എന്താണ് ഈ സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ പ്രൊഫഷനിലൂടെ എന്ത് വിഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ഇന്നത്തെ ടോപ്പിക്ക് സെൽഫ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോ സെൽഫ് എന്ന് പറയുമ്പോ നമ്മള് 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 സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ പറ്റിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പറ്റിയിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോ നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ള നമ്മളെ അല്ല ശരിക്കുള്ള നമ്മൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് നമ്മളിലെ ധാരണയിൽ കുറച്ച് നമ്മൾ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ജസ്റ്റ് ഇപ്പം വീഡിയോയിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നവർ അല്ലെങ്കിൽ വോയിസിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നവര് വോയിസിൽ വന്നിട്ട് റിപ്ലൈ തരിക, അല്ലാത്തവര് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ ഡെഫിനിഷൻസ് ആണ് കൊടുക്കാൻ പറ്റുക? ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ഒരു അമ്മയാണ്, അച്ഛനാണ്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ഇങ്ങനൊക്കെ ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ഇന്ന ജോബ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ കുറവുകളുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ കൂടുതലുകളുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ പറ്റിയിട്ട് മനസ്സിലായിട്ടുള്ളത്. ചിലർ പറയും ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ആളാണ്, ചിലർ പറയും എനിക്ക് കോൺഫിഡൻസ് തീരെ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഓക്കെ, നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ധരിച്ചു വെച്ചിട്ടുള്ളത്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വോയിസ് ആയിട്ട് പറയണമെങ്കിൽ അങ്ങനെ പറയാം, ചാറ്റ് ബോക്സിലാണെങ്കിൽ അങ്ങനെ പറയാം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് എന്തായാലും നിങ്ങൾക്കൊരു അതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മാറാനായിട്ട് ആ റെസ്പോൺസ് ഹെൽപ്പ് ചെയ്യും. ഇനി ചാറ്റ് ബോക്സിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. നിങ്ങളെ പറ്റിയിട്ട് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ്. ഓക്കെ, ഐ ആം കൗൺസിലർ, എ ടീച്ചർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി എന്താണ്? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങളെ തന്നെ പറ്റിയിട്ട്? ഓക്കെ, എന്താണേലും പറയാട്ടോ, ഇവിടെ ഓപ്പൺ ആണ്. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ആരെയും ഇത് ഇങ്ങനെ ആവുന്നത് മോശമാണെന്ന് പറയാനോ ഒന്നുമല്ല. ജസ്റ്റ് നമുക്ക് ഒരു ആൻസർ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. കാരണം അതിൽ നിന്ന് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി അതിൽ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇനി ആൻസർ പറയാനുള്ളവര് ഒന്നില്ലെങ്കിൽ മടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ സെഷനിലേക്ക് കടക്കാൻ പോവാണ്. ദ സെൽഫ് എന്നാണ് നമ്മുടെ സെഷന്റെ പേര്. ഓക്കെ, അപ്പോ നമ്മള് ഈ കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ സെഷൻസ് ഒക്കെ എടുക്കുന്നതിന്റെ
ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കറിയാം നമ്മളെല്ലാവരും എല്ലാവിധ കഴിവുകളും ഉള്ളവരാണെന്ന് അറിയാം. ഓക്കെ, അതായത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പറ്റിയിട്ട് എന്താണ് തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് ധരിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊന്നുമല്ല നിങ്ങൾ, അതിനേക്കാൾ കഴിവുള്ളവരാണ് നിങ്ങൾ എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ വെറുതെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പൊക്കി വെക്കാനോ ആയിട്ട് പറയുന്നതല്ല. ഓക്കെ, നമ്മള് നമ്മളെ തിരിച്ചറിയുന്നില്ലെങ്കിൽ കൂടിയും നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുണ്ടല്ലോ, അവരുടെ ഏറ്റവും ബെസ്റ്റ് ക്രിയേഷൻ ആണ് നമ്മൾ. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പടച്ചവന്റെ ദൈവത്തിന്റെ ബെസ്റ്റ് ക്രിയേഷൻ ആയിട്ടുള്ള നമ്മൾ ഓരോ മനുഷ്യരും നമ്മള് നമ്മൾ മോശമാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ആക്ച്വലി അവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ക്രിയേഷൻ അത്ര പോരാ, ദൈവത്തിന്റെ സൃഷ്ടിപ്പ് അത്ര പോരാ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോ ചിലർക്ക് തോന്നും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരാളാണ് ഞാനെങ്കിൽ എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ക്ലാരിറ്റി ആണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഈ സെഷനിലൂടെ തരാം. ഓക്കെ, അപ്പൊ യഥാർത്ഥത്തിൽ ഒരാളുടെ പ്രതീക്ഷ അതായിരിക്കണം ജീവിതത്തില്. ഓക്കെ, നമ്മളുടെ പ്രതീക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്താണ് അടിപൊളിയാണ്, നമ്മൾ ഓൾറെഡി എല്ലാ കഴിവുകളും ഉള്ള ആളാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമ്മളുടെ ഗ്രോത്ത് തുടങ്ങേണ്ടത്, നമ്മുടെ ജീവിതത്തിന് സക്സസ് തുടങ്ങേണ്ടത്. നമ്മള് ഈ ശില്പി തന്നെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ആ പിക്ചറിൽ ഒരു പാറക്കല്ലിൽ നിന്നുള്ള ഒരു ശില്പി തന്നെ എന്താണ് അദ്ദേഹം എന്ന ആ പാറ വെട്ടിയിട്ട് എന്ത് ചെയ്യും ഒരു ശില്പമായിട്ട് മാറുന്നത് എന്ത് ചെയ്യുന്നുണ്ടാവും കണ്ടിട്ടുണ്ടാവും. ഇതുപോലെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. നമ്മളെല്ലാവരും എന്ന് പറയുന്നത് എന്താണ് ആ ഒരു എല്ലാവിധ കഴിവുകളുള്ള, എല്ലാ രീതിയിലുള്ള സ്നേഹം അർഹിക്കുന്ന, എല്ലാവിധ കോൺഫിഡൻസും ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു നമ്മളെ നമ്മൾ കണ്ടെടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ആ പാറയുടെ ഉള്ളിൽ നിന്ന് ആ ശില്പം ഉണ്ടാവുന്നത് പോലെ നമ്മൾ എന്നുള്ള ഇപ്പോഴത്തെ അവസ്ഥ, അതാണ് ആ പാറ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റിയാൽ എന്ത് ചെയ്യും പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളായിട്ട് മാറുന്നതാണ്. ഓക്കെ, ഒരുപക്ഷെ ഞാൻ ഈ സാഹിത്യ രൂപത്തിലൊക്കെ പറയുന്നത് കൊണ്ട് മനസ്സിലാവായിക ഉണ്ടാവും, പക്ഷെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ സെഷനിൽ ക്ലിയർ ആക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് എങ്ങനെ തോന്നുന്നു, നിങ്ങൾ നിങ്ങളെ പറ്റി എങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണ് അല്ല അല്ല ഏത് തരത്തിലുള്ള ചിന്തകളാണെങ്കിലും അത് കുഴപ്പമില്ല. ഓക്കെ, നമ്മളിപ്പം പാറ എന്നുള്ള അവസ്ഥയിലാണുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ എന്ത് ചെയ്യണം കട്ട് ചെയ്ത് കളയണം. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ആക്ച്വലി ജീവിതത്തിലും എന്ത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മളെ പറ്റി നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങള് യഥാർത്ഥത്തില് യഥാർത്ഥത്തിലുള്ള നമ്മളാണോ എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് നമ്മൾ ജനിച്ചപ്പം ഇതേ ധാരണയായിരുന്നോ നമുക്ക് നമ്മളെ പറ്റിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ച സമയത്ത് ഇപ്പൊ ഉള്ള അതേ അവസ്ഥയായിരുന്നോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്? നമ്മൾ ജനിച്ച സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഹാപ്പിനെസ് ആണോ നമുക്ക് ഇപ്പൊ ഉള്ളത്? നമുക്ക് ജനിച്ച സമയത്ത് ഉണ്ടായിരുന്ന കോൺഫിഡൻസ് ആണോ ഇപ്പൊ നമുക്കുള്ളത്? ജനിച്ച സമയത്തും ഇപ്പോഴും ഒരുപോലെയാണെങ്കിൽ നമ്മൾ നമ്മൾ ഇങ്ങനെയാണെന്ന് നമുക്ക് ധരിക്കാൻ പറ്റും, അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴുള്ള നമ്മളും ഇപ്പോഴുള്ള നമ്മളും ഡിഫറെന്റ് ആണെങ്കിൽ, അത് രണ്ടും വ്യത്യസ്തമാണെങ്കിൽ അതിന്റെ അർത്ഥം ജനിച്ച് വളർന്ന് വലുതായ അതിന്റെ ഇടയിൽ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് വന്നു പോയപ്പം, അനുഭവങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോയപ്പം അതിൽ നിന്നുണ്ടായിട്ടുള്ള തെറ്റായിട്ടുള്ള ധാരണയിൽ നിന്നുള്ള നമ്മളാണ് നമ്മുടെ മനസ്സിലുള്ള നമ്മൾ. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇപ്പൊ നമ്മൾക്ക് തോന്നുന്നു നമ്മൾക്ക് കഴിവില്ല, നമ്മൾ എന്ത് ചെയ്താലും വിജയിക്കൂല, ഓക്കെ നമ്മൾ ഇത്രയേ ഉള്ളൂ എന്നുള്ള ധാരണകൾ നമുക്ക് ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് നമ്മളല്ല, ശരിയായിട്ടുള്ള നമ്മളല്ല. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് വന്നു പോയിട്ടുള്ള ബിലീഫ്സ് ആണത്. ഓക്കെ, വിശ്വാസങ്ങളാണത്. ഓക്കെ, ഇത് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള എന്നെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഞാന് എന്റെ ആ പഴയ ഇതിലേക്ക് ഞാൻ തിരിച്ചു പോകണം. ഓക്കെ, ഞാൻ എങ്ങനെയായിരുന്നു തുടങ്ങിയത് അവിടേക്ക് ഞാൻ എന്ത് ചെയ്യണം തിരിച്ചു പോകണം. അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഇപ്പൊ ഉള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആ ബിലീഫ്സ് ഒക്കെ എന്ത് ചെയ്യണം, ആ വിശ്വാസങ്ങൾ, എന്നെ പറ്റിയിട്ടുള്ള തെറ്റായിട്ടുള്ള ധാരണകൾ എന്ത് ചെയ്യണം ഞാന്
എന്നിൽ നിന്ന് ഒഴിവാക്കണം എന്ന് മനസ്സിലാവും. ഇതിന് കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ കോൺഫിഡൻസിന്റെ ഒരു കാര്യം എടുക്കാം. ഓക്കെ, ഈ അതിനു മുന്നേ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് കോൺഫിഡൻസ് ഉള്ളവരാണ്, അവര് ഹാപ്പിയാണ്. ഓക്കെ, അവര് എന്താണ്, എല്ലാവരോടും സ്നേഹമുള്ള ആൾക്കാരാണ്, അല്ലെ? അതുപോലെ തന്നെ അവരെല്ലാവരോടും കൈൻഡ് ആണ്. ഓക്കെ, ഇങ്ങനെ അവർ ക്യൂരിയസ് ആണ്, അവർ ക്രിയേറ്റീവ് ആണ്, അല്ലെ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ച് വീണിട്ടുള്ളത്, അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ വളർന്നു വലുതായ സമയത്ത് ഇതിൽ എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു? ഓക്കെ, അപ്പൊ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെറുപ്പത്തിലേക്ക് ഒന്നുകൂടി പോവാം. നമ്മള് നമ്മളെ ചെറുപ്പം തന്നെ ആലോചിക്കണം എന്നില്ല. നമ്മൾ മുന്നിൽ കാണുന്ന കുട്ടികളുടെ അവസ്ഥകൾ നോക്കിയാൽ മതി. ഓക്കെ, ഒരു കുട്ടിയുടെ കോൺഫിഡൻസിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, ആ കുട്ടി ജനിച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു 3, 4, 5 വയസ്സ് വരെയൊക്കെ അവരുടെ കോൺഫിഡൻസ് നമുക്കറിയാം. അവര് ആദ്യം നീന്താനായിട്ട് പഠിക്കുന്നുണ്ട്, പിന്നെ നടക്കാനായിട്ട് പഠിക്കുന്നുണ്ട്, ഈവൻ സൈക്കിൾ ചവിട്ടാനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നടക്കുന്നത് ഒറ്റയടിക്ക് നടന്നു തുടങ്ങുകയല്ല. ഓക്കെ, ഒറ്റയടിക്ക് സൈക്കിൾ ചവിട്ടി തുടങ്ങുകയല്ല. അവർ ആക്ച്വലി എന്താ ചെയ്യുന്നത്? നടക്കുന്നു, വീഴുന്നു. പക്ഷെ അവിടെ അവർ ഉയർത്തെഴുന്നേൽക്കുന്നു, പിന്നെയും നടക്കുന്നു, വീഴുന്നു, പിന്നെയും ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോ ഇപ്പോ ആ സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വീണാലും പ്രശ്നമില്ല, എന്താണ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ എന്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. ഇതല്ലേ നമ്മുടെ ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാല്? ഇതാണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെ? ഓക്കെ, കോൺഫിഡൻസിന്റെ അർത്ഥം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ആത്മവിശ്വാസം എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? ആത്മവിശ്വാസം. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിലുള്ള വിശ്വാസമാണ്. നമുക്ക് ആത്മാവ് തന്നിട്ടുള്ള ആ പടച്ചവനിലുള്ള വിശ്വാസം കൂടിയാണ് അത്. ഓക്കെ, അപ്പം ആത്മവിശ്വാസം എവിടെ ഉണ്ടാവുക? ഉള്ളിലെ ഉണ്ടാവുക. ഈ ആത്മവിശ്വാസം ഉണ്ടായിട്ടാണ്, അതല്ലെങ്കിൽ ഈ ആത്മവിശ്വാസം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ആത്മവിശ്വാസം നമ്മൾ ജനിച്ച് വളർന്ന് കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഇത് എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ പിന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്ന് വീഴുന്ന സമയത്ത്, ഒന്ന് അടി പതറുന്ന സമയത്ത്, എന്നെ കൊണ്ട് ഇത് പറ്റൂല, ഞാൻ ഇനി ട്രൈ ചെയ്യണ്ട, ഇനി ഞാൻ ഗീവ് അപ്പ് ചെയ്യാം, ഇത് ഞാൻ നിർത്താം എന്നുള്ള തരത്തിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ചിന്തിച്ചു പോകുന്നു. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? എന്തൊക്കെയോ സംശയങ്ങൾ നമുക്ക് നമ്മളെ പറ്റി തന്നെ വന്നു. അതെപ്പോ ഉണ്ടായിരുന്നില്ല? നമുക്ക് ചെറുപ്പത്തില് നമുക്ക് ഉണ്ടായിരുന്നില്ല. അത് വലുതായതിനു ശേഷം മാത്രം എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വിശ്വാസങ്ങളായിട്ട് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കയറിപ്പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടി വരിക? നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ, നമുക്ക് നമ്മളെ സെൽഫ് ഡൗട്ട് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ വിശ്വാസങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ പിന്നെയും പരിശ്രമിക്കുന്നതില് നമുക്ക് എതിരായിട്ട് എന്തൊക്കെ വിശ്വാസങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുള്ളത്, അത് തിരുത്തുക എന്നുള്ളതാണ് അവിടെ എന്ത് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. ഓക്കെ, ഇപ്പോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം കുട്ടികളുടെ സന്തോഷം. ഓക്കെ, കുട്ടികള് ഹാപ്പിയാണ്, അല്ലെ? നമ്മൾ കാണുന്ന കുട്ടികള് വിശക്കുമോ അല്ലാതെ എന്താണ് ബാക്കിയുള്ള സമയത്തൊക്കെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അവർ ഹാപ്പി ആയിട്ടുള്ളവരാണ്. ഓക്കെ, അവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട ഹാപ്പി ആവാനായിട്ട്. എനിക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, ഇങ്ങനെയൊക്കെ ആയാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്നുള്ള ഒരു സംഭവമൊന്നുമില്ല. അവരെന്താണ്, നമ്മൾ അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവര് വളരെ ഹാപ്പി ആയിട്ട് അവരെന്ത് ചെയ്യുമ്പോഴും വളരെ സന്തോഷത്തോടെ പല കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? അപ്പോ ഇവിടെയും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, കുട്ടികൾ ഓൾറെഡി എന്താണ് ഹാപ്പിനെസ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഇതേ കുട്ടികൾ തന്നെ വളർന്ന് വലുതായി വരുന്ന സമയത്ത് ഈ ഒരു ഹാപ്പിനെസ് അവർക്ക് നഷ്ടപ്പെടുന്നു. ഓക്കെ, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഹാപ്പിനെസ് എന്ത് ചെയ്യുന്നു? പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുന്നു. മുന്നേ ഒരു കണ്ടീഷനും ഇല്ലാതെ, പുറത്തെ ഒരു കാര്യങ്ങളും ഇല്ലാതെ ഹാപ്പി ആവാൻ പറ്റിയിട്ടുള്ള ഈ കുട്ടികൾ തന്നെ പിന്നെ വലുതാവുന്ന സമയത്ത് കുറച്ച് കാരണങ്ങൾ എനിക്ക് വേണം ഹാപ്പി ആവാനായിട്ട്. എനിക്ക് ഇന്നത് 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 ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുള്ളൂ, അല്ലെങ്കിൽ അത് കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, ഇതായാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്നുള്ള തലത്തിലേക്ക് പോകുന്നു. അപ്പൊ കുട്ടികളുടെ കാര്യത്തില്, ഹാപ്പിനെസിന്റെ കാര്യത്തില് ഇതുമാണ്. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മള് കുട്ടിയായിരിക്കുന്ന സമയത്ത് ആഹ് നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു കുറവ് എന്താണെന്നറിയോ? ഒരേ ഒരു കുറവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ ലോകത്തിനെ പറ്റി അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ്, ഓക്കെ, ഞാൻ വിജയിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട്, ഓക്കെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇത് മാത്രമേ ഒരു കുട്ടിക്ക് അറിയാതിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്.
ഓക്കെ. അപ്പൊ അത് പഠിക്കാനായിട്ടാണ് ഒരു കുട്ടി 10-15 വയസ്സ് വരെ എന്ത് ചെയ്തത്, ജീവിച്ചത്. ഓക്കെ. അപ്പോ എല്ലാ ക്വാളിറ്റിയോട് കൂടെയും ജനിച്ചിട്ടുള്ള ഒരു കുട്ടി കുറച്ച് കാര്യങ്ങൾ എന്താണ് ലോകത്തിനെ പറ്റിയിട്ടും ഇവിടുത്തെ ആൾക്കാരെ പറ്റിയിട്ടും അവരുടെ സ്വഭാവത്തിനെ പറ്റിയിട്ടും അവിടുത്തെ കൾച്ചറിനെ പറ്റിയിട്ടും അവിടെയുള്ള മറ്റുള്ള ഭൂമിയിൽ മനുഷ്യരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മറ്റുള്ള സംഭവങ്ങളെ പറ്റി മാത്രം അറിയാനായിട്ടാണ് എന്ത് ചെയ്തത്, എല്ലാ കുട്ടികളും എന്ത് ചെയ്തത്, അവരുടെ 10-15 വയസ്സ് വരെയുള്ള സമയം ഇവിടെ സ്പെൻഡ് ചെയ്തത്. ഓക്കെ. അപ്പോ ഈ സമയത്ത് ഈ ക്വാളിറ്റി ഒക്കെ ഉള്ള ആൾക്കാര് ഈ ഈ മറ്റുള്ള പുറത്തുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവർ അന്വേഷിച്ചറിയാനായിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ മനസ്സിനെ അവർ വിട്ടുകൊടുക്കുകയാണ്. ഓക്കെ. പാരന്റ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുള്ള മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, അവരുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഇവരോടൊക്കെ എന്ത് ചെയ്യാണ്, അമ്മ, അച്ഛ, അല്ലെങ്കിൽ കുടുംബക്കാരെ, എന്താണ് ടീച്ചേഴ്സെ എനിക്ക് പഠിപ്പിച്ചു തരൂ, ഈ ലോകത്തിനെ പറ്റി എനിക്ക് പഠിപ്പിച്ചു തരൂ, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ പറ്റി പഠിപ്പിച്ചു തരൂ, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഞാൻ ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇവിടെ ഞാൻ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു കുട്ടി ഒരു 15 വർഷം എന്ത് ചെയ്യാണ്, ആ കുട്ടിയുടെ മൈൻഡ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ്. ഓക്കെ. കാരണം നമ്മൾ പഠിക്കുന്നത്, ഇവിടെ ലോകത്തിനെ പറ്റി പഠിക്കുന്നതൊക്കെ എവിടെയാണ് സ്റ്റോർ ആവുന്നത്, നമ്മുടെ ബ്രെയിനിലാണ്. അപ്പൊ ഇത് ഒരിക്കലും കുട്ടി സ്വന്തമായിട്ട് പഠിക്കുന്നതല്ല, കുട്ടിക്ക് എന്താണ്, ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്, പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളും ഇതേപോലത്തെ ഒരു കുട്ടിയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. അപ്പം എല്ലാ കോൺഫിഡൻസും, എല്ലാ ജോയസ്നെസ്സും, ഹാപ്പിനെസ്സും, ക്യൂരിയോസിറ്റിയും, ക്രിയേറ്റിവിറ്റിയും ഒക്കെയുള്ള നമ്മള്, ഓക്കെ, നമ്മളെ മൈൻഡ് എന്ത് ചെയ്തു, ലോകത്തിന് വിട്ടുകൊടുത്തു, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വിട്ടുകൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്, ഇവിടെ പറ്റിയിട്ട് ഇവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അങ്ങനെ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി, പഠിച്ചെടുക്കാനായിട്ട് പറ്റി. സ്കൂളിൽ പോകാൻ പറ്റി, പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, മറ്റുള്ള ചുറ്റുപാടുള്ള ആൾക്കാരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെന്താ, നാട്ടുകാരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ടിവിയിൽ നിന്നും മറ്റേ ബുക്സിൽ നിന്നും സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി, കുട്ടിക്ക് പഠിക്കാൻ പറ്റി. അപ്പൊ കുട്ടിക്ക് എന്ത് കിട്ടി, ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇവിടെ എങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടത്, എങ്ങനെ എനിക്ക് വരുമാനം ഉണ്ടാക്കാം, എങ്ങനെ എനിക്ക് ഭക്ഷണത്തിനുള്ള വക ഉണ്ടാക്കാം എന്നുള്ള വിവരങ്ങളൊക്കെ ആർക്ക് കിട്ടി, കുട്ടിക്ക് കിട്ടി. പക്ഷേ ആ ഒരു 15 വർഷത്തിനിടയിൽ കുട്ടിക്ക് മറ്റു ചില കാര്യങ്ങൾ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. ഈ ഒരു 15 വർഷം മൈൻഡിനെ ബാക്കിയുള്ളവർക്ക് കൊടുത്തപ്പോ, ഇതൊക്കെ പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്ത സമയത്ത് ഈ കുട്ടിക്ക് എന്ത് ചെയ്തു, വേറെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. യഥാർത്ഥത്തില് കുട്ടി അവിടെ ആ 15 വർഷം കൊണ്ട് നേടിയിട്ടുള്ള ഒരുപാട് അറിവിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് എന്ത് ചെയ്ത് ഇവർക്ക് നഷ്ടപ്പെട്ടത്. അതെന്തൊക്കെയായിരുന്നു, കോൺഫിഡൻസ്, അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഇന്നർ ഹാപ്പിനെസ്, ഓക്കെ, അവരുടെ ക്യൂരിയോസിറ്റി. ഓക്കെ. ഇതുപോലത്തെ നല്ല നല്ല ക്വാളിറ്റീസ് ആണ് എന്ത് ചെയ്തത്, ആക്ച്വലി ഇവർക്ക് എന്ത് ചെയ്തത്, ആ 15 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടത്. അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ കുട്ടിയുടെ മൈൻഡ് ആരുടെ കൺട്രോളായിരുന്നു, ആ കുട്ടി ഏത് സാഹചര്യത്തിലാണോ ജീവിച്ചത്, ആ സാഹചര്യത്തിലുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നോ അവരുടെ കൺട്രോളിലായിരുന്നു കുട്ടിയുടെ മൈൻഡ്. കോൺഫിഡൻസ് ഉള്ള ഒരു കുട്ടി, ഇപ്പൊ നമ്മള് കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാല്, കല്യാണത്തില് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്, കുട്ടികൾ എന്ത് ചെയ്യും, ഈ സ്റ്റേജിലൊക്കെ പോയിട്ട് ഡാൻസ് കളിക്കുന്നത് കാണാൻ പറ്റും. അല്ലെ, നമ്മള് സ്റ്റേജിൽ നോക്കി കഴിഞ്ഞാൽ കുട്ടികളായിരിക്കും സ്റ്റേജിൽ മൊത്തം ഉണ്ടാവുക. അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ. എന്താണ്, ആരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, അവർ ജോയസ് ആണ്, അവരെന്താണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യാണ്. അല്ലെ. അപ്പോ ഇവിടെ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന കുട്ടികള്, ഇതേ കുട്ടികൾ തന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അവർ എടുത്തു കഴിഞ്ഞാൽ കല്യാണത്തിൽ തന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂലക്ക് പോയിരിക്കുന്നത് കാണാൻ പറ്റും. അതേ കുട്ടികൾ തന്നെ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്, ആ കുട്ടികളുടെ ജോയസ്നെസ്, ആ കുട്ടിയുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന എന്തൊക്കെയോ ആ കുട്ടിയുടെ ലൈഫിൽ എന്ത് ചെയ്തു, വന്നു പോയി. ചിലപ്പം ആ കുട്ടീനെ ആരെങ്കിലും കമ്പയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ നിന്റെ ഡാൻസ് കൊള്ളൂല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നീ അതൊന്നല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഇങ്ങനെ കളിയാക്കലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയ സമയത്ത് എന്ത് ചെയ്തു, ഈ കുട്ടി ആ സ്റ്റേജിൽ കയറുന്നതേ എന്ത് ചെയ്തു, നിർത്തി. എന്ത് ചെയ്തു, പിന്നെ കുറച്ചു കാലങ്ങൾ 15 വയസ്സിന് ശേഷം എന്താണ് നമ്മളിപ്പോ കാണാം, പുതിയ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് എന്താണ് കുറച്ചുകൂടി ഒന്ന് സൈഡിലേക്ക് ഉള്ളിൽ വലിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ആക്ച്വലി എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല്, അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്ന കുട്ടിക്ക് എന്തൊക്കെയോ കമ്പാരിസൺ, എന്തൊക്കെയോ കളിയാക്കലുകൾ കിട്ടിയപ്പോ എന്ത് ചെയ്യാണ്, അവര് അവരുടെ ഇതിനൊക്കെ ഒതുക്കി വെക്കുകയാണ് ചെയ്തത്. ഓക്കെ. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ കോൺഫിഡൻസും ജോയ്സ്നെസ്സും ഉണ്ട്. പക്ഷെ ഇപ്പൊ അവർക്ക് പേടിയാണ്, ഞാനിത് അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യോ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് എങ്ങനെ കാണുന്നു, ആരെങ്കിലും എന്നെ ചീത്ത പറയാനായിട്ട് വരുമോ എന്നുള്ള പേടി കാരണം എന്ത് ചെയ്യും, അത് അവരുടെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, അവർ ഒതുക്കി വെക്കും. പിന്നെ എന്താണ്, ഇവരുടെ കോൺഫിഡൻസിന് തടസ്സമായിട്ട് ഉള്ള സംഭവങ്ങൾ എന്തായിരിക്കും,
ഞാൻ ഡാൻസ് ആടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ, ഞാൻ കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയാൻ വരുന്ന ഒരുപാട് ആൾക്കാർ വരും. അല്ലെങ്കിൽ ഇങ്ങനെ പോലും ആവാം, എന്ത്, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആളല്ല, അല്ലെങ്കിൽ ഞാൻ സ്റ്റേജിൽ പോയിട്ട് കളിക്കുന്ന സമയത്ത് ഞാൻ ബാഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള വിശ്വാസം പോലും ആവാം ആ കുട്ടിയുടെ മനസ്സിൽ പെട്ടിട്ടുണ്ടാവാം. അപ്പൊ എന്ത് ചെയ്യും? ആ കുട്ടി ഒതുങ്ങിക്കൂടും. ഓക്കെ. അപ്പം ഇത് നമുക്കൊരു എക്സാമ്പിൾ കാണാൻ പറ്റും. ഇനി ഇത് കുട്ടി സ്കൂളിലത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോ നന്നായി ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും. പക്ഷെ ഈ കുട്ടി ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ടീച്ചർ എന്ത് ചെയ്യാണ്, ആ കുട്ടിയുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കിനെ വേറെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ വർക്കുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവന്റെ അത്ര പോരാട്ടോ നിന്റെ വർക്ക് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, ആക്ച്വലി ഇവർ രണ്ടുപേരുണ്ടാക്കിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉള്ള സംഭവമായിരിക്കും. പക്ഷെ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ആ കുട്ടിയുടെ ഉള്ളിൽ എന്ത് ചെയ്യും, പിന്നെ ആ കുട്ടിയുടെ വർക്ക്, ആ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി ഷോക്കേസ് ചെയ്യാനായിട്ട്, എക്സ്പ്രസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യില്ല, ആ കുട്ടിക്ക് തോന്നൂല. കാരണം എന്താണ്, ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ഫിയർ വരും, എന്ത്, എന്റെ വർക്ക് അത്ര പോരാ, അതിനെ എന്ത് ചെയ്യും, അത് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരതിനെ അംഗീകരിക്കൂല. അല്ലെങ്കിൽ ആ കുട്ടിക്ക് അവരുടെ കോൺഫിഡൻസ് എന്ന് കുറയും. എന്താണ്, എന്റെ വർക്ക് അല്ലെങ്കിൽ എന്റെ ക്രിയേറ്റിവിറ്റി അത്ര പോരാ, മറ്റാളുടെ അത്ര പോരാ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ആ കുട്ടിക്ക് ഒരു വിശ്വാസം ഉള്ളിൽ കയറുന്നുള്ളതാണ്. ഓക്കെ. ഇങ്ങനെ കുട്ടികളുടെ ഓരോ ക്വാളിറ്റീസും എന്താണ്, അവരുടെ ഈ ഒരു 15 വർഷം, 15 വർഷം എന്ന് വേണ്ട, 12 വർഷമൊക്കെ മതി ആക്ച്വലി ഈ പല ക്വാളിറ്റീസും അവർക്ക് നഷ്ടപ്പെടാനായിട്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു 12 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യും, കുട്ടികൾക്ക് ഉണ്ടായിരുന്നിട്ടുള്ള ഒരുപാട് നല്ല ക്വാളിറ്റീസ് എന്ത് ചെയ്യും, അവർക്ക് നഷ്ടപ്പെടും. അപ്പൊ അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നഷ്ടപ്പെടുത്തിയത്? ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട്, ഈ ലോകത്തിനെ പറ്റി പഠിക്കാൻ മാത്രമായിട്ട്. അല്ലെങ്കിൽ ഈ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് അതിനെപ്പറ്റി അറിയാനായിട്ട് എന്താണ്, മൈൻഡ് വിട്ടുകൊടുത്തതാണ്. പക്ഷെ ആ വിട്ടുകൊടുക്കൽ എന്ത് ചെയ്തു, ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റിയത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്തു, അവരുടെ ചുറ്റുപാടുകൾ കാരണം എന്ത് ചെയ്തു, അത് ആ കുട്ടിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും എന്താണ്, ഈ രീതിയിൽ വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. നമ്മളെല്ലാവരും, ഒരാൾ പോലും അതിൽ നിന്ന് ഒഴിവില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ചുറ്റുപാടൊന്നുമല്ല. ഓക്കെ. കമ്പയർ ചെയ്യുന്ന, നമ്മളെ ചീത്ത പറയുന്ന, ഓക്കെ, നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ കളിയാക്കുന്ന ആൾക്കാരുള്ള സൊസൈറ്റിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരായിരുന്നു. പക്ഷെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ പല രീതിയിൽ കളിയാക്കലുകൾ നമ്മളെ ചെറുപ്പ സമയത്ത് കിട്ടിയിട്ട് നമ്മൾ ഒതുക്കി പോയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമ്മളിലുള്ളത്. ഓക്കെ. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾക്ക് അടിപൊളി ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വേറെ എവിടുന്നോ ക്രിയേറ്റിവിറ്റി തലയിൽ വെച്ച് ഫിറ്റ് ചെയ്യല്ലത് വേണ്ടത്. അല്ലെങ്കിൽ വേറെ എവിടുന്നേലും കോൺഫിഡൻസ് നമ്മുടെ തലയിൽ കയറ്റല്ല വേണ്ടത്. നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഉള്ളിലത്തെ ആ കോൺഫിഡൻസിനെ കളയാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കാരണമായിട്ടുള്ള ആ വിശ്വാസം ഏതാണ്, അല്ലെങ്കിൽ ആ പേടി ഏതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ ജഡ്ജ് ചെയ്യോ എന്നുള്ള ആ ഒരു ഫിയർ ഏതാണ് എന്ന് തിരിച്ചറിയുക, അതിനടുത്ത് അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇപ്പൊ നമ്മള് ഈ വിജയിച്ച ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവര് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, കോൺഫിഡന്റ് ആയിട്ട് ചെയ്യും. അവർ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുക, അല്ലെ? ഇപ്പം ഒരു സച്ചിൻ ചെയ്യുന്ന പോലെയല്ല വേറൊരു ക്രിക്കറ്റ് കളിക്കാരൻ ചെയ്യാം. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ചെയ്ത കാര്യമല്ല ബാക്കിയുള്ള പ്രസിഡന്റുമാർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. മഹാത്മാഗാന്ധി ചെയ്ത കാര്യമല്ല ബാക്കിയുള്ള നാഷണൽ ലീഡേഴ്സ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിജയിച്ച എല്ലാ ആൾക്കാരും ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾക്കും വ്യത്യസ്തമാവാൻ പറ്റും. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ആ വ്യത്യസ്തത നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് നമ്മുടെ ആ ക്വാളിറ്റി നമ്മളിലുണ്ട്. പക്ഷേ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ എപ്പോഴോ അത് ഏതോ വാക്കുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, അത് അടക്കി വെക്കേണ്ടി വന്നു. പക്ഷെ നമ്മൾ വളർന്നു വലുതായപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഈ അടക്കി വെച്ച കാര്യം പോലും നമ്മൾ മറന്നുപോയി. അതായത് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളായിരുന്നു എന്നുള്ള ഒരു ധാരണ പോലും എന്ത് ചെയ്തു, നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ ഇതാണ്, ഞാൻ ഇത്രയേ ഉള്ളൂ. അത് ഏത് ധാരണയാണ്, നമ്മൾ ചെറുപ്പത്തിൽ എപ്പോഴോ അടച്ചു വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി, അതിനുശേഷം നമ്മൾ മനസ്സിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള പുതിയ ധാരണയാണ് ഇപ്പൊ നമുക്കുള്ളത്. ഓക്കെ. അപ്പോഴാണ് നമ്മൾ എന്ത് ചിന്തിക്കുക, ഞാൻ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രയേ പറ്റുള്ളൂ, എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഉയരാനായിട്ട് പറ്റൂല. അപ്പോ ഇവിടെ എന്താണ് ആക്ച്വലി, നമ്മള് ഇപ്പൊ നമ്മളെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ആക്ച്വലി സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല. ഓക്കെ. അത് വാലിഡ് ആണ്. നമ്മുടെ മനസ്സിന് എപ്പോഴോ അങ്ങനെ അനുഭവങ്ങൾ കിട്ടിയപ്പോൾ നമ്മുടെ മനസ്സ് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ട കാര്യമാണത്. ഓക്കെ. അത് വാലിഡ് ആണ്, അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നുള്ള സത്യമാണ്. പക്ഷെ അത് ട്രൂ ആണോ,
ആക്ച്വലി നമ്മൾ അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ശരിയായിട്ടുള്ള നമ്മളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? അതിന് നമ്മൾ നമ്മളെ പറ്റിയിട്ട് അറിഞ്ഞു തുടങ്ങുന്നതാണ്. ഓക്കെ. നമ്മൾ സാധാരണ എങ്ങനെയാ നമ്മളെ പറ്റിയിട്ട് അറിഞ്ഞു തുടങ്ങുക? ബാക്കിയുള്ളവർ പറയുമ്പോ അല്ലെ? ഇജ്ലാലെ നീ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ ഞാൻ കോൺഫിഡൻസ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞു. അപ്പോ അവൻ എന്തെങ്കിലും തോന്നാണ്ട് അങ്ങനെ പറയില്ല. അപ്പൊ ഞാൻ കോൺഫിഡൻസ് ഉള്ള ആളാ. ഓക്കെ, ഞാൻ കോൺഫിഡൻസ് ഉള്ള ആളാ. ഓക്കെ. ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലും ക്വാളിറ്റി എനിക്ക് തരുമ്പോ ഓക്കെ ഇവൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ അവൻ എന്തെങ്കിലും കാണാണ്ട് എന്നെ പറ്റി അങ്ങനെ പറയില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞത് ശരിയാണ്. ഓക്കെ. ഇങ്ങനെ നമ്മൾ നമ്മളെ പറ്റി മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വരാട്ടോ. ജിലാല നീ അത് ചെയ്യണ്ട, നീ അത് ചെയ്തിട്ട് കാര്യമില്ല, നീ വിജയിക്കൂല. അപ്പൊ പറയുമ്പോ എന്ത് ചെയ്യും? അവൻ എന്തെങ്കിലും അത് പറഞ്ഞൊരു കാര്യമുണ്ടാവും. അവനക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. ഒരുപാട് ഇന്നെ പോലത്തെ ആൾക്കാരെ അവൻ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവരൊന്നും വിജയിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇനി ഇതന്നെ ചെയ്യണോ, വേറെ എന്തെങ്കിലും നോക്കിയാലോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഡൗട്ട് ചെയ്യും. ഇവിടെ ആക്ച്വലി മറ്റുള്ളവര് നമ്മളോട് പറയുന്ന കാര്യത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ പറ്റിയിട്ട് അറിഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ടുള്ള ധാരണകൾ പോലും നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതാണോ ശരിയായിട്ടുള്ള ധാരണ? ഒരിക്കലുമല്ല. അപ്പൊ എങ്ങനെയാ നമുക്ക് അത് തിരുത്താൻ പറ്റുക? നമുക്ക് തിരുത്താൻ പറ്റുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം നമ്മളെ പറ്റി അറിയണം. ഞാൻ ആരാണ്? അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്? ഓക്കെ. ഞാൻ എങ്ങനെയാണ് ഇനി എന്നെ മനസ്സിലാക്കേണ്ടത്? മറ്റുള്ളവർ പറഞ്ഞിട്ടാണോ? അതോ ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള രീതിയിലാണോ ഞാൻ എന്നെ പറ്റി മനസ്സിലാക്കേണ്ടത്? എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ശരിയായിട്ടുള്ള നമ്മളെ നമ്മൾ അറിഞ്ഞു തുടങ്ങുക. ഓക്കെ. അപ്പൊ അതിന് നമുക്ക് ആദ്യം വേണ്ടത് സെൽഫ് അവയർനെസ് ആണ്. നമ്മളെ പറ്റിയിട്ടുള്ള അവയർനെസ്. ഓക്കെ. എന്റെ ചിന്തകൾ എന്താണ്? എന്തുകൊണ്ട് ഇപ്പം ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് വരും. ഈ നെഗറ്റീവ് തിങ്കിങ് ഒന്നും നമ്മൾ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന സംഭവമല്ല. നമ്മൾ ജീവിച്ച് വളർന്നതിന് ശേഷം എന്റെ ഇടയിൽ നമുക്ക് വന്നിട്ടുള്ള സംഭവങ്ങളാണ് നെഗറ്റീവ് തിങ്കിങ് ഒക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുക. പല ആൾക്കാരും നമ്മൾ ഇമോഷണൽ ബാലൻസിന്റെ സെഷൻ പറയുമ്പോൾ പറഞ്ഞ കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന നെഗറ്റീവ് തിങ്കിങ്, അവർക്ക് വരുന്ന ഇമോഷൻസ് ഒക്കെ എന്താണ് ട്രൂ ആണെന്നാണ് വിശ്വസിക്കുക. ഓക്കെ, ട്രൂ ആണെന്ന്, അതാണ് സത്യം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക പല ആൾക്കാരും വിശ്വസിക്കുക. പക്ഷെ ആക്ച്വലി എന്തല്ല, അതങ്ങനെയല്ല. അവർ ജനിച്ചു വളർന്ന ഏതോ സാഹചര്യത്തിൽ നിന്ന്, ഏതോ അനുഭവത്തിൽ നിന്ന് അവർക്ക് വന്നു പോയിട്ടുള്ള നെഗറ്റീവ് തിങ്കിങ് ആണ്. അതിനടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ അത്രയും ഫ്രീ ആവും. ഓക്കെ, എനിക്കൊരു കാര്യം ചെയ്യുമ്പം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്, അത് വിജയിക്കും എന്നുള്ള ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ എന്താണ് അത്? ആക്ച്വലി എന്താണ്? ആരോ എന്നെ ഡൗട്ട് അടുപ്പിച്ചതാണ്. ഓക്കെ, ഇപ്പൊ ആരെങ്കിലും ഒരാൾ പറയുകയാണ് ഇതിൽ അത് ചെയ്യണ്ട, അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് ഞാൻ ആ കാര്യം ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇനി അയാൾ പറഞ്ഞാൽ ശരിയായിരിക്കും, അയാൾ പറഞ്ഞാൽ ശരിയായിരിക്കോ എന്നുള്ള രീതിയിൽ നെഗറ്റീവ് തിങ്കിങ് വരും. പക്ഷെ അതൊരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്ന നെഗറ്റീവ് തിങ്കിങ് അല്ല. എന്താണ്? ബാക്കിയുള്ള ഒരാൾ നമ്മളെ പറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ എന്താണ്? നമ്മൾ നമ്മളെ സെൽഫ് ഡൗട്ട് ചെയ്തതാണ്. നമ്മൾ നമ്മളെ ഡൗട്ട് ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പൊ അവിടെ വിശ്വസിക്കുന്നതാണ് പ്രശ്നം, ബാക്കിയുള്ളവർ പറയുന്നതല്ല. ഓക്കെ. നമ്മള് അവര് പറഞ്ഞത് കേട്ടിട്ട് ഓക്കെ അപ്പൊ എന്നെ കൊണ്ട് അത് പറ്റില്ലായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിച്ച് തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അത് നമ്മളുടെ ജീവിതത്തിനെ ബാധിച്ചു തുടങ്ങുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താണ്, നമ്മൾ ചെറുപ്പത്തില് ഒരു 15 വയസ്സ് വരെയുള്ള സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. നമ്മൾ വകതിരിവില്ല എന്നാണ് നമ്മൾ പറയാം അല്ലെ. കുട്ടികൾ വകതിരിവില്ലാത്തവരാണ് എന്നുള്ള രീതിയിലാണ് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ നമ്മൾക്ക് വന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളോട് മറ്റുള്ളവർ നമ്മളെ പറ്റി പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? സത്യമാണ് എന്നുള്ള രീതിയിൽ വിശ്വസിച്ചവരാണ് നമ്മൾ. ഓക്കെ. അല്ലെ, നമ്മൾ അത്രയും കോൺഫിഡൻസ് ആയിട്ട് ജനിച്ചിട്ടുള്ള നമ്മള് പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? ആ കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, എന്നെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്ത്? സത്യം. ഓക്കെ. എന്ന രീതിയിൽ നമ്മൾ വിശ്വസിച്ച് തുടങ്ങിയപ്പോഴാണ് എന്തുണ്ടായത്? നമ്മുടെ കോൺഫിഡൻസ് കുറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പൊ നമുക്ക് ബോധമുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് എന്തുണ്ട്? എന്താണ് ഞാൻ എന്ന് അന്വേഷിച്ച് തുടങ്ങാനുള്ള ഒരു ബ്രെയിൻ ഉണ്ട് അല്ലെ. അപ്പൊ ഈ സമയത്ത് നമ്മൾ നമ്മളെ പറ്റിയിട്ട് അറിഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മളെ പറ്റിയിട്ട് എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ധാരണകളാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത് നോക്കുക. അതിനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യുക? നമ്മൾ റിമൂവ് ചെയ്ത് വരുമ്പോ എന്ത് ചെയ്യും? നമുക്ക് നഷ്ടപ്പെട്ട ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും? നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ളതാണ്. അതിൽ കോൺഫിഡൻസ് ഉണ്ടാവും, അതിൽ ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവും. ഓക്കെ. അതിൽ നമുക്ക് 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 വിജയിക്കാൻ ആവശ്യമുള്ള ഇൻസ്പിറേഷൻ, ബാക്കിയുള്ളവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം, ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഞാൻ വിജയിക്കണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. ഇത് ഞാൻ ഒരിക്കലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ കൊമ്പത്ത് കയറ്റി വെക്കാനോ അല്ല. ഓക്കെ. ഞാൻ ഈ ഒരു സെഷൻസ് എടുക്കുന്നതിന്റെ ഒരു പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരിലുമുള്ള ആ റിയൽ ആയിട്ടുള്ള സെൽഫിനെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക?
എനിക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ബിലീഫ്സ്, നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺസ്, നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് തന്നെ തെറ്റായിട്ട് ധരിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം, അത് റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് അതിനുള്ള സജഷൻസ് പറഞ്ഞു തരാൻ പറ്റുക, അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റുക, എനിക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ. കാരണം നമ്മള് കോമൺലി നമ്മള് സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് സമൂഹം പറയുന്ന നമ്മളിൽ നമ്മൾ വിശ്വസിച്ചു പോകും. അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നിലനിൽക്കും. ഇതാണ് ഞാൻ എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ എന്ത് ചെയ്യും, അവിടെ വാങ്ങി വെക്കും എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്തുണ്ട്, നമുക്ക് ഗൈഡൻസ് തരാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല നീ, ശരിക്കുള്ള നീ ഇങ്ങനെയല്ല, നീ ഇതിലും സന്തോഷവതി ആയിട്ടുള്ള ഒരാളായിരുന്നു, ഇതിലും കോൺഫിഡൻസ് ഉള്ള ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഇതിലും കഴിവുകളുള്ള ഒരാളായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാൻ നമുക്കൊരാൾ വേണം, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാൾ എവിടെയെങ്കിലും വേണം. ഓക്കെ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അവരുടെ റിയൽ ആയിട്ടുള്ള സെൽഫിനെ അറിയാനായിട്ട്. ഓക്കെ. അവരുടെ ആ ഒരു ലൈഫിൽ അവർക്ക് ഹാപ്പിനെസ്സും ഗ്രോത്തും ഒക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പൊ ഇവിടെ എന്റെ കോൺഫിഡൻസ് എന്തല്ല, എന്റെ ക്ലാസിന്റെ കഴിവ് കൊണ്ടാണ് എല്ലാവരും ബെറ്റർ ആവണമെന്നല്ല. ഓരോരുത്തരുടെ ഉള്ളിലുള്ള സെൽഫിനെ അവർ തിരിച്ചറിയുമ്പോൾ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കൂടുതൽ കൂടുതൽ ഉയർന്നു ഉയർന്നു വരും എന്നുള്ളതാണ് എന്റെ കോൺഫിഡൻസ്. ഓക്കെ. അപ്പൊ എല്ലാവരുടെയും സെൽഫ് അടിപൊളിയാണോ? എന്റെ എന്റെ എനിക്ക് തീർച്ചയുള്ള ഒരു സംഭവമാണ് എന്ത്, എല്ലാവരുടെയും സെൽഫ് അടിപൊളിയാണ്. അത് ഓരോരുത്തരും എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഓരോരുത്തർക്കും ജീവിതാനുഭവങ്ങൾ ഡിഫറെന്റ് ആണ്. ഓക്കെ. വളരെ മോശപ്പെട്ട ജീവിതാനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള, വളരെ മോശപ്പെട്ടുള്ള വാക്കുകൾ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ സെൽഫ് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത, അല്ലെങ്കിൽ ഒന്നിനും കഴിവില്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കും. എന്നാൽ നല്ല സാഹചര്യങ്ങളിൽ ജീവിച്ചു വളർന്നിട്ടുള്ള, നല്ല വാക്കുകൾ കേട്ടിട്ടുള്ള ഒരാൾക്ക് അവരുടെ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പം അവരുടെ ശരിയായിട്ടുള്ള സെൽഫിനെ പറ്റിയിട്ടുള്ള ശരിയായിട്ടുള്ള വിവരങ്ങൾ തന്നെ ആയിരിക്കും ജനിച്ചു വളർന്ന സമയത്തും കേട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് കോൺഫിഡൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ഒരിക്കലും എന്തിനും അർത്ഥമില്ല, നമുക്ക് ഇനി ഒരിക്കലും ആ പഴയ സെൽഫ് ആവാൻ പറ്റില്ല എന്നുള്ള അർത്ഥമല്ല. നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, ആ പഴയ സെൽഫിലേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ. ആ പഴയ സെൽഫിലേക്ക് പോകാനായിട്ട് നമുക്ക് ഒരേ ഒരു കാര്യമേ വേണ്ടുള്ളൂ, നമ്മുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കാം. എന്റെ റിയൽ ആയിട്ടുള്ള സെൽഫിനെ ഞാൻ എന്ത് ചെയ്യും, അറിയും. എന്റെ ലൈഫ് ടൈമില് എന്റെ റിയൽ ആയിട്ടുള്ള സെൽഫിനെ അറിയാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, സമയം കൊടുക്കും. ഓക്കെ. അതിന് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ എന്ത് ചെയ്യും, എപ്പോഴും ചെയ്യും എന്നുള്ള ഒരു സംഭവം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിൽ വെക്കുക. അതൊരു വിഷനായിട്ട് വെക്കുക. ആഹ് അതൊരു എന്താ പറയാ, നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ വെക്കുക എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ജീവിതം ഒക്കെ നമ്മൾ ജീവിച്ചു തീർക്കുമ്പോൾ അവസാനം നമുക്ക് റിഗ്രറ്റ് ആ വരിക, അയ്യോ ഞാൻ ജീവിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ റിയൽ ആയിട്ടുള്ള ഞാനായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഇപ്പൊ അടുത്ത് ഞാന്, ഓക്കെ, വേറൊരു കാര്യം ഇതിന്റെ ഇടയിൽ പറയാം. ആം, നമ്മുടെ ഇപ്പൊ അടുത്ത് ഞാനൊരു കോട്ട് കണ്ടതാണ്. എന്ത്, ഒരാൾക്ക് അയാളുടെ ഈഗോ ആയിട്ട് ജീവിക്കാൻ ഒരുപാട് എനർജി വേണം, ഒരുപാട് കഷ്ടപ്പാടാണ് ഈഗോ ആയിട്ട് ജീവിക്കാൻ. അപ്പൊ ഈഗോ ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്നറിയോ, നമ്മൾ റിയൽ ആയിട്ട് അല്ലാത്ത രീതിയിൽ ജീവിക്കുന്നതിനാണ് നമ്മൾ ഈഗോ ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാല്. ഓക്കെ. അതായത് നമ്മൾ നമ്മളായിട്ട് ജീവിക്കാതെ ബാക്കിയുള്ളവർ നമുക്ക് തന്നിട്ടുള്ള പിക്ചറിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈഗോ ആയിട്ട് ജീവിക്കുക. അപ്പൊ ഒരു മാസ്ക് ഇട്ടിട്ട് നമ്മൾ ജീവിക്കുന്നത് പോലെ. അപ്പൊ ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് അഭിനയിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തേണ്ടി വരും, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എനർജി ആവശ്യമുണ്ട്. എന്നാൽ നമുക്ക് നമ്മളായിട്ട് ജീവിക്കുമ്പോൾ എന്താണ്, ലൈഫ് ഈസിയാണ്. ഇവിടെ ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള ആരാണ്, കുട്ടികളെ നോക്കിയാൽ മതി. ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികള് എസ്പെഷ്യലി ഇതിന് പറ്റിയ എക്സാമ്പിൾ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ ആരെയും ബോധർ ചെയ്യുന്നില്ല, അവരായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ. 3 വയസ്സ് വരെ എന്ത് ചെയ്യും, മാതാപിതാക്കളാണെങ്കിലും കുട്ടികളോട് കുട്ടികളെ കുസൃതി കാണിക്കുമ്പോഴോ, ക്രിയേറ്റീവ് ആവുമ്പോഴോ, യുണീക്ക് ആവുമ്പോഴോ, കോൺഫിഡന്റ് ആവുമ്പോഴോ, ഡാൻസ് കളിക്കുമ്പോഴോ, പാട്ട് പാടുമ്പോഴോ ഒരു മാതാവും എന്ത് ചെയ്യാറില്ല, ഒരു പിതാവും എന്ത് ചെയ്യാറില്ല, അത് ചെയ്യരുത്, അങ്ങനെ പാടില്ല എന്ന് പറയാറില്ല. കാരണം ഒരു 3 വയസ്സ് വരെ എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ്, ഇതൊക്കെ അലൗഡ് ആണ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഉള്ളത്. ഓക്കെ. അതുകൊണ്ട് കുട്ടികൾ, ആ സമയത്തുള്ള കുട്ടികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരെന്താണ്, ഇത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള, ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. ഓക്കെ. ആ സമയത്ത് അവർ ഫ്രീ ആണ്. നമ്മൾ ചിലപ്പം ഏഹ്, ദിവസം മൊത്തം റെസ്റ്റ് എടുത്താലും നമുക്ക് പിന്നെയും ക്ഷീണമായിരിക്കും. പക്ഷെ കുട്ടികള് ഒരു ദിവസം മൊത്തം കളിച്ചാലും രാത്രി എന്ത് ചെയ്യും, അവര് കളിച്ചോണ്ടേയിരിക്കും. ചിലപ്പം എന്ത് ചെയ്യും, ഭയങ്കര ലേറ്റ് ആയിരിക്കും അവർക്ക് ഉറങ്ങുന്നുണ്ടാവാം. ചിലപ്പം ആരെങ്കിലും കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും അവർ കളിച്ചുകൊണ്ടിരിക്കും. കാരണം എവിടുന്നാണ് അവർക്ക് ഇത്രയും എനർജി? കാരണം വെച്ചാൽ അവര് മാസ്ക് ഇല്ലാണ്ടാണ് ജീവിക്കുന്നത്, അവര് റിയൽ ആയിട്ടാണ് ജീവിക്കുന്നത്, അവര് യുണീക്ക് ആയിട്ടാണ് ജീവിക്കുന്നത്.
അവരായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കുറച്ച് എനർജി മതി. കുറച്ച് എനർജി മതി എന്ന് വെച്ചാല് ജീവിക്കാൻ എന്താണ് ഈസിയാണ്. ഓക്കെ, അവർക്ക് അവരുടെ എനർജി ഒക്കെ എന്ത് ചെയ്യാം, അവരുടെ ആക്ടിവിറ്റീസിലേക്ക് കൊടുക്കാം. നമ്മളോ, നമ്മള് എനർജി യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രവർത്തികളിലല്ല, നമ്മള് നിൽക്കുന്നതിലാണ്. ഞാൻ ഇങ്ങനൊക്കെ നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിക്കണം, ഞാൻ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തണം എന്നുള്ള മാസ്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടി വരും. ആ എനർജി നമുക്ക് നമ്മുടെ പ്രവർത്തികളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എനർജിയാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീവിക്കാനായിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഒന്നിലും നമ്മളായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റൂല. നമ്മളൊരു മാസ്ക് ഇട്ടിട്ടുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇപ്പൊ നമുക്ക് മനസ്സിലായി സെൽഫ്, റിയൽ ആയിട്ടുള്ള സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തല്ല, നമ്മള് വളർന്നു വലുതായതിനു ശേഷം നമ്മൾ നമ്മളെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു സെൽഫ് അല്ല. അതിലും ചില കാര്യങ്ങളൊക്കെ റിയൽ ആയിട്ടുള്ളത് ഉണ്ടാവും, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ നെഗറ്റീവായിട്ട്, എസ്പെഷ്യലി നമുക്ക് നമ്മളെ പറ്റിയിട്ട് ഞാൻ സ്നേഹം അർഹിക്കുന്നില്ല, ഞാൻ വിജയം അർഹിക്കുന്നില്ല, ഞാൻ സക്സസ് അർഹിക്കുന്നില്ല, ഞാൻ പണം അർഹിക്കുന്നില്ല, ഞാൻ മറ്റുള്ളവരുടെ റെസ്പെക്ട് അർഹിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് നമുക്കിപ്പോ തോന്നുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പറ്റിയിട്ട് തെറ്റായിട്ടുള്ള ധാരണകൾ, നമ്മൾ കാരണം ആവണമെന്നില്ല കേട്ടോ, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് അതെങ്ങനെയോ ആവാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ധാരണകൾ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കയറി പോയിട്ടുണ്ട്. ഈ ധാരണകളെ നമ്മൾ പതുക്കെ പതുക്കെ എടുത്ത് മാറ്റുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവും ഞാൻ എല്ലാത്തിനും അർഹനാണ്, ഞാൻ ജീവിതത്തിൽ വിജയത്തിന് അർഹനാണ്, ഞാന് ജീവിതത്തിൽ മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാനും റെസ്പെക്ട് കിട്ടാനും സന്തോഷം ഉണ്ടാവാനും ഒക്കെ ഞാൻ അർഹനാണ്. ഓക്കെ, നമ്മള് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ കറുത്തിട്ടാണ്, ഞാൻ വെളുത്തിട്ടാണ്, ഞാൻ തടിച്ചിട്ടാണ്, മെലിഞ്ഞിട്ടാണ്, അപ്പൊ ഇതാണ് ഞാൻ എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കിൻ കളറോ നമ്മുടെ ബോഡി ഷേപ്പോ അതിലല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള സെൽഫ് ഇരിക്കുന്നത്. ഓക്കെ, ഇതൊന്നും അല്ലാതെ നമ്മളുടെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട്. ഓക്കെ, ആ ഒരു എനർജിയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സെൽഫ് മനസ്സിലാവുക. ഇതിലൊരു കഥ പറയാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ആം, ഒരു ബീച്ചില് ഒരു ബീച്ചില് ഒരാള് ആഹ് എന്നും ഒരു പൂരൊക്കെ നടക്കുന്ന സമയം. അപ്പം ബീച്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ ബലൂൺ കച്ചവടക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ബലൂൺ വെക്കുന്നുണ്ട് എപ്പോഴും. ഓക്കെ, അപ്പൊ അയാള് ഒരു കറുത്ത ബലൂൺ ഉണ്ട് അയാളുടെ കയ്യിൽ ഒരു ചുവപ്പ് ബലൂണും ഉണ്ട്. ഓക്കെ, ഈ നൈട്രജൻ ബലൂൺ ആണ്. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യാണ്, കാറ്റ് നിറച്ചിട്ട് ഇങ്ങനെ പറത്താൻ പറ്റുന്ന ബലൂണാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, നമുക്കറിയാലോ ബലൂൺ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ അയാളുടെ അടുത്തേക്ക് വരും. അപ്പൊ അയാളുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യും, ബലൂൺ വാങ്ങിക്കും. ഓക്കെ, അപ്പൊ അയാള് കൊടുക്കും. പക്ഷെ ഈ എപ്പോഴാണോ അയാളുടെ അടുത്ത് തിരക്ക് കുറയുന്നത്, അതായത് കുട്ടികളില് അയാളുടെ അടുത്തേക്ക് എപ്പോഴാണോ വരാതിരിക്കുന്നത്, ഈ സമയത്ത് എന്ത് ചെയ്യും, കുട്ടികളെ ആകർഷിക്കാനായിട്ട് എന്ത് ചെയ്യും, ഒരു ചുവപ്പ് ബലൂൺ എന്ത് ചെയ്യും, അയാള് അതിന്റെ നൂല് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യും, ആകാശത്തേക്ക് പറത്തി വിടും. ഓക്കെ, അപ്പൊ ആകാശത്തേക്ക് പറത്തി വിടുമ്പോൾ നമുക്കറിയാം അത് പോണ സമയത്ത് എന്ത് ചെയ്യും, എല്ലാവരുടെയും കണ്ണിൽ ആ ബലൂൺ പെടും. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും, അവിടെ ബലൂൺ വിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ അടുത്തേക്ക് ഓടി വരും. ഇയാളുടെ കച്ചവടം പിന്നെ എന്ത് ചെയ്യും, കൂടും. അപ്പൊ ഒരു കുട്ടി ഇയാളെ എങ്ങനെ വീക്ഷിക്കുന്നുണ്ട്, ഇയാള് ഇടയ്ക്കിടയ്ക്ക് ഈ ബലൂണും ആകാശത്തേക്ക് പറത്തി വിടുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ കുട്ടി എന്ത് ചെയ്യാണ്, ഇയാളുടെ അടുത്തേക്ക് വരികയാണ്, എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഞാൻ കുറച്ചു നേരം നിങ്ങളെ നോക്കുന്നുണ്ട്, അപ്പോ ചേട്ടൻ എന്താ ഈ പറത്തി വിടുമ്പം എല്ലാം ചുവപ്പ് ബലൂൺ മാത്രം എന്ത് ചെയ്യുന്നു, പറത്തി വിടുന്നു, ചേട്ടൻ ഒരിക്കലും കറുപ്പ് ബലൂൺ എന്ത് ചെയ്യുന്നില്ല, പറത്തി വിടുന്നില്ല, ഈ ചുവപ്പ് ബലൂൺ മാത്രമാണോ ഇങ്ങനെ പറന്നു പോകാനുള്ള ഒരു കഴിവുള്ളത്, അവർക്ക് മാത്രമാണോ ഉയർന്നു പൊങ്ങാനുള്ള കഴിവുള്ളത്, കറുത്ത ബലൂൺ അതില്ലേന്ന് ചോദിക്കും. അപ്പോ ഈ ഒരു ബലൂൺ കച്ചവടക്കാരൻ പറയും, ഒരിക്കലും ഈ ബലൂണിന്റെ നിറമോ ഷേപ്പോ അല്ല അതിന് പറക്കാനായിട്ട് പറ്റുന്നത്, അതിന് ഉയരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അതിനുള്ളിൽ ഇറച്ചു വെച്ചിട്ടുള്ള ആ ഒരു എനർജിയാണ്, ആ ഒരു എയർ ആണ് എന്ത് ചെയ്യുന്നത്, ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ബലൂൺ എന്ത് ചെയ്യുന്നത്, ഉയർന്ന് പറക്കാനായിട്ട് എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരിക്കലും നിറം കൊണ്ടല്ല എന്ത് ചെയ്യുന്നത്, ഈ ബലൂണിന്റെ ഉയർച്ച ഉള്ളത് എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി ഉണ്ട്, നമ്മുടെ സ്കിൻ കളറും ഒക്കെ ഉണ്ട്, പക്ഷെ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ മോശമാണെങ്കിലും ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട്, ഉയർന്നു പറക്കാനായിട്ട് ഇതൊന്നും അത്ര വലിയ മാറ്റർ അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്, ഒരു എനർജി ഉണ്ട്. ഓക്കെ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും എനർജി ഉണ്ട്. ഈ എനർജി ഏറ്റവും ശോഭിച്ച സമയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓർമ്മയില് അതെന്തായിരിക്കും, നമ്മുടെ ചെറുപ്പകാലമായിരിക്കും. കാരണം ആ സമയത്താണ് ആ എനർജി ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മള് അനുഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോ ഈ ഒരു എനർജി ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഉയർച്ചയിലേക്ക് കൊണ്ടുപോവുക.
ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എനർജി നമ്മളുടെ ഉള്ളിൽ സ്റ്റക്ക് ആവാനായിട്ട്, അല്ലെങ്കിൽ എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ സ്റ്റക്ക് ആക്കിയിട്ടുള്ളത് എന്ന് അന്വേഷിക്കുക. ആ സ്റ്റക്ക് ആക്കിയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പതുക്കെ പതുക്കെ മാറ്റി തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആ ഒരു എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു പിടിക്കാൻ പറ്റും. നമ്മൾ നല്ലൊരു എനർജിയിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മള് ലൈഫിൽ കോൺഫിഡൻസും ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? തിരിച്ച് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ റിയൽ ആയിട്ടുള്ള സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇപ്പം തെറ്റിദ്ധരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ധരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സെൽഫ് അല്ല. ഓക്കെ, നമ്മൾക്ക് എല്ലാ എല്ലാ ആഹ് കഴിവുകളിലേക്കും, അല്ലെങ്കിൽ എല്ലാ കഴിവുകളും, എല്ലാവിധ സന്തോഷങ്ങളും, എല്ലാവിധ കോൺഫിഡൻസും ഉള്ള ഒരു സെൽഫ് നമുക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ പല കാര്യങ്ങൾ കൊണ്ട് അത് എന്താണ്, ഇപ്പോ സപ്രസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. എന്ന് വെച്ചാല് നമ്മുടെ തന്നെ ഉള്ളിലുള്ള നെഗറ്റീവ് ബിലീഫ്സ്, നമ്മുടെ ഉള്ളിലേക്ക് വന്നു പോയിട്ടുള്ള നെഗറ്റീവ് ബിലീഫ്സും കാര്യങ്ങളും നെഗറ്റിവിറ്റിയും ഒക്കെ കാരണം അതെന്താണ്, ഒന്ന് കുഴിച്ചിട്ട പോലെ കിടക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ നെഗറ്റീവ് ഓരോന്നിങ്ങനെ ലെയർ ലെയർ ആയിട്ട് അതിന്റെ മേലെന്ന് മാറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ പിന്നെയും തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇനി മുതലുള്ള ലക്ഷ്യം എന്തായിരിക്കണം? നമ്മൾ പുറത്തുനിന്ന് എന്തോ ഒരു കോൺഫിഡൻസ് മേലെ വെക്കല്ല. അപ്പം ചില ആൾക്കാരുണ്ട്, തടിച്ച ആൾക്കാർ, അല്ലെങ്കിൽ എന്താണ്, സ്കിൻ കളർ കുറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യും? കുറെ മേക്കപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യും? അവര് എന്ത് ചെയ്യും? അവരുടെ കളർ തിരിച്ചു കൊണ്ടുവരാൻ നോക്കും. പക്ഷെ അവിടെ അത് ചെയ്യുന്നോണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും എന്താണ്, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് അറിയാം, ഞാൻ പോരാത്ത ഒരാളാണ്, അല്ലെങ്കിൽ എന്റെ കളർ കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിലാണ് അവർ ജീവിക്കുക. ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും മാറ്റർ അല്ലാത്ത എപ്പോഴാണെന്നറിയോ? നമ്മൾ ശരിയായിട്ടുള്ള നമ്മുടെ എനർജി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു കഴിവിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ എന്റെ സ്കിൻ കളർ ഒന്നല്ല മാറ്റർ. ഇപ്പൊ നമുക്കറിയാലോ, ബറാക് ഒബാമ ഫസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ബ്ലാക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഈ ബറാക് ഒബാമ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? ഞാൻ കറുത്തവനാണ് അതുകൊണ്ട് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്കിൻ കളർ വെച്ചിട്ടല്ല അദ്ദേഹത്തിനെ ഐഡന്റിഫൈ ചെയ്ത്. അദ്ദേഹത്തിന്റെ എന്ത് വെച്ചിട്ടാണ്? അദ്ദേഹത്തിന്റെ ആ ഒരു എനർജി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ്, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു സോഴ്സ് ഓഫ് പവറിനെയാണ് എന്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്ത്, ആ ശരിയായിട്ടുള്ള സെൽഫിനെയാണ് എന്ത് ചെയ്ത് അദ്ദേഹം അറിയാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് എന്ത് വന്നത്? ഉയർച്ച വന്നത്. അവിടെ നിന്ന് ഒരിക്കലും ഇപ്പോഴും ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം സങ്കടപ്പെട്ടിരിക്കണ്ടാവില്ലേ? എന്നാലും പ്രസിഡന്റ് ഒക്കെ ആയാലും ഞാൻ കറുത്തിട്ടല്ലേ, അല്ലെങ്കിൽ തടിച്ചിട്ടല്ലേ, മെലിഞ്ഞിട്ടല്ലേ എന്നുള്ള രീതിയിൽ അവർ ഒരിക്കലും സങ്കടപ്പെടില്ല. കാരണം അവർക്ക് അറിയാം, ഈ കറുപ്പ് വെളുപ്പ്, അല്ലെങ്കിൽ മറ്റുള്ള നമ്മളെ മറ്റുള്ളവര് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആ കാര്യങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള ഫാക്ടർ എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ തിരിച്ചറിവിൽ എന്താണ്, ഇത് ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇതൊക്കെ എന്നുള്ള അറിയാം. അപ്പോ ഇതെപ്പോഴും തിരിച്ചറിയാ? നമ്മള് നമ്മുടെ റിയൽ ആയിട്ടുള്ള സെൽഫിനെ നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ, നമ്മുടെ റിയൽ ആയിട്ടുള്ള എനർജി, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇനി പുറത്തുനിന്നുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ആഡ് ചെയ്തിട്ട് കോൺഫിഡൻസ് ആവാനോ ഹാപ്പി ആവാനോ ഒക്കെ നോക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഓൾറെഡി നമ്മൾ പോലും അറിയാതെ വന്നു പോയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് നോക്കണം. അപ്പൊ ശരിയായിട്ടുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ആ സെൽഫ് കണക്ഷനിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള എല്ലാം എൻജോയ് ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, നമ്മൾ സെൽഫ് കണക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, ഞാൻ ഓൾറെഡി അടിപൊളിയാണ് എന്നുള്ള ധാരണയിൽ നിന്ന് നമുക്ക് നമ്മളെ ബോഡി നന്നാക്കുന്നതിലോ, നമ്മുടെ നല്ല ഡ്രസ്സ് വാങ്ങിക്കുന്നതിലോ, നമ്മൾ ജീവിതത്തിൽ സക്സസ് ആവുന്നതിലോ, നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആക്കുന്നതോ ഒന്നും പ്രശ്നമില്ല. കാരണം അവിടെ നമുക്കറിയാം നമ്മൾ ഓൾറെഡി അടിപൊളിയാണ്. അതിൽ നിന്നാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്? ചേർത്ത് പിടിക്കുന്നതും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. പക്ഷേ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആവുമ്പോഴോ, നമ്മുടെ റിയൽ ആയിട്ടുള്ള സെൽഫിനെ അറിയാതെ എന്താണ്, മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നല്ലതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ കാര്യങ്ങൾ പുറത്തുനിന്ന് എടുത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ നമുക്ക് വെയിറ്റ് ആണ്, അതൊക്കെ നമുക്ക് ഭാരമാണ്. ഓക്കെ, കാരണം നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ അറിയാം എന്ത്, ഇതൊക്കെ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ഇൻഫീരിയർ ആയിരിക്കും, ഞാൻ കുറഞ്ഞ ആളാണെന്നുള്ളൊരു ബോധ്യമായിരിക്കും. പക്ഷെ നമ്മുടെ റിയൽ ആയിട്ടുള്ള സെൽഫിനെ നമ്മൾ അറിയാനായിട്ട് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതിനായിട്ട് നമ്മൾ സമയം കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടാവും എന്നറിയോ? നമ്മുടെ ഉള്ളില് പുറത്തുനിന്ന് ആൾക്കാരുടെ അംഗീകാരം ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? നമുക്ക് സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, നമ്മുടെ യുണീക്നെസ്, നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ കോൺഫിഡൻസ് പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? ഉയർന്നു ഉയർന്നു വരാനായിട്ട് തോന്നും. മനസ്സിലാവും, നമുക്ക് ഉയർന്നു വരുന്നത് മനസ്സിലാവും. ഇപ്പൊ ഞാൻ തന്നെ
പറയുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഓരോ ദിവസവും ബെറ്റർ ആവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പുറത്തുനിന്ന് എന്തോ ഒരു കോൺഫിഡൻസ് നമ്മുടെ അടുത്ത് ആഡ് ചെയ്യുന്നതല്ല. നമ്മൾ സെൽഫ് കെയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമുക്ക് ഉയരാൻ ഹെൽപ്പ് ആവും അത്. കാരണം ഒരിക്കലും ഞാൻ ഭയങ്കര ഇങ്ങനെ നിൽക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്നതല്ല. കാരണം പക്ഷെ നമ്മൾ സെൽഫ് കെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ റിയൽ ആയിട്ടുള്ള സെൽഫിനെ ഓരോ ദിവസം നമ്മൾ കൂടുതൽ കൂടുതൽ അറിയുമ്പം എന്തുണ്ടാവും, നമ്മുടെ ഉള്ളിലത്തെ എനർജി കൂടും, നമ്മുടെ കോൺഫിഡൻസ് കൂടും. ഓക്കെ, നമുക്ക് മനസ്സിലാവും പുറത്തുള്ള ആൾക്കാർ പറയുന്നതല്ല നമ്മള്. ഓക്കെ, നമ്മളെന്താണ്, നമ്മളായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു നമ്മളുണ്ടാവും. ഓക്കെ, ആ നമ്മളിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താണ്, നമുക്ക് എല്ലാവരോടും സ്നേഹമായിരിക്കും ഉണ്ടാവുള്ളൂ. ഓക്കെ, ആരോടും നമുക്ക് എന്തുണ്ടാവില്ല, ഇത് ലൈക്ക് മറ്റേ മറ്റേ എന്താ പറയാ, മറ്റുള്ളവർ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഫിഗറിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വെച്ച് കമ്പയർ ചെയ്യും. ഓക്കെ, പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്റെ പോലെ കഴിവുള്ളവരാണ് എല്ലാവരും. ആ കഴിവ് അവർ തിരിച്ചറിയാൻ മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, അതിനവർ ശ്രമിക്കാൻ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ, ഞാൻ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടാവും. ഓക്കെ, സെൽഫുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുന്ന എല്ലാവർക്കും ആ ധാരണ വരുമ്പം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, വേൾഡ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ആരും താഴ്ന്നതും അല്ല, ആരും ഒരുപാട് ഉയർന്നതും അല്ല, എല്ലാവരും എന്താണ് എന്റെ പോലെ കഴിവുള്ളവരും സന്തോഷം അർഹിക്കുന്നവരും ആണ് എന്നുള്ളൊരു ബോധ്യം എന്ത് ചെയ്യും, എല്ലാവരിലും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സെൽഫിനെ അറിയാം. ഓക്കെ, എങ്ങനെ സെൽഫിനെ അറിയാൻ പറ്റാം, നമ്മുടെ സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ റൂമി പറഞ്ഞൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, റൂമി പറഞ്ഞൊരു സംഭവം, റൂമി പറഞ്ഞ എന്താ വെച്ചാല്, ഐ ലൈക്ക് യെസ്റ്റർഡേ ഐ വാണ്ടഡ് ടു ചേഞ്ച് ദ വേൾഡ്. ഓക്കെ, ഇന്നലെ ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തെ മൊത്തം മാറ്റണം, ഈ ലോകമൊന്നും ശരിയല്ല, ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ല, അതുകൊണ്ട് എല്ലാത്തിനും മാറ്റണം എന്നാണ് എന്ത് ചെയ്തത്, ഞാൻ വിശ്വസിച്ചിരുന്നത്. ഓക്കെ, ബട്ട് റൂമി പിന്നെയും പറയുന്നുണ്ട്, ബട്ട് നൗ ഐ ആം വൈസ്. ഇപ്പൊ ഞാൻ എന്താണ്, വൈസ് ആണ്. വൈസ് എന്ന് പറഞ്ഞാൽ ജ്ഞാനി. ഓക്കെ, ജ്ഞാനി എന്ന് പറഞ്ഞാല് സെൽഫിനെ അറിയുന്നവരാണ് നമ്മൾ ജ്ഞാനി എന്ന് വിളിക്കാം, സെൽഫിനെ അറിഞ്ഞു തുടങ്ങുന്നവരാണ് നമ്മൾ ജ്ഞാനി എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ജ്ഞാനിയാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് മനസ്സിലായി, ഞാൻ മാറ്റേണ്ടത് പുറത്തല്ല, ഞാൻ മാറ്റേണ്ടത് ഉള്ളിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടോ അറിയാതെയോ കയറി പോയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ മാറ്റി തുടങ്ങിയപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, റിയൽ ആയിട്ടുള്ള ചേഞ്ച് നടക്കേണ്ടത് എന്റെ ഉള്ളിലാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ചേഞ്ച് നടക്കുമ്പോൾ പുറത്ത് കാണുന്നത് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് കാണും. ഓക്കെ, നമ്മളൊരു മഞ്ഞ കണ്ണട ഇട്ടിട്ട് ലോകം കാണുന്ന സമയത്ത് ലോകം മൊത്തം മഞ്ഞ കളറിലാണ് കാണാൻ പറ്റുക, അല്ലെ? ഒരു വേറൊരു പച്ച കളറിൽ ഇട്ടിട്ടാണെങ്കിൽ ലോകം മൊത്തം പച്ച കളറിലാണ്. അതിനർത്ഥം ലോകം പച്ചയാണെന്നാണോ? അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കണ്ണടയുടെ ഗ്ലാസ് എന്ത് ചെയ്യുക, ഒന്ന് തുടച്ച് അതിനെ വൈറ്റ് കളർ ആക്കുക, അല്ലെ? ഇതുപോലെ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മളൊന്നും ഉത്തരവാദി ആവില്ല നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സ് ഒക്കെ വരാനായിട്ട്. പക്ഷെ അതെടുത്ത് മാറ്റേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ലോകത്തിന് ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഉള്ള നമ്മുടെ ഒരു ധാരണയിൽ നമുക്ക് ലോകത്തിനെ പറ്റി ഒരുപാട് പരാതികളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നമ്മുടെ സെൽഫിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സെൽഫിനെ കൂടുതൽ റിയലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അപ്പോഴും ലോകത്തിലുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കില്ല. ഇപ്പൊ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കും. ഇവര് ശരിയില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആവുന്നത്, ഇവർ അങ്ങനെ ഉള്ളതാണ് എനിക്ക് പ്രശ്നം, അവര് ശരിയില്ല ഇവര് ശരിയില്ല അതുകൊണ്ടാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആവുന്നത് എന്നുള്ള രീതിയിൽ തോന്നലായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ സെൽഫിനെ അറിഞ്ഞു തുടങ്ങുമ്പോൾ കുറച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ആര് ശരിയല്ലെങ്കിലും എന്ത് ചെയ്യും, ഞാൻ ചെയ്യും. അല്ലെങ്കിൽ ആര് ശരിയല്ലെങ്കിലും എനിക്ക് ചെയ്യാനുള്ള എന്ത് ചെയ്യും, ഞാൻ ചെയ്യും. അതിനുള്ള കോൺഫിഡൻസും എനർജിയും എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യും, ഒഴുകി വരും എന്നുള്ളതാണ്. ബാക്കിയുള്ളവരുടെ സമ്മതമോ എന്ന് വെച്ചാൽ ആരും ധിക്കരിക്കുക എന്നുള്ളതല്ല. പക്ഷെ മുന്നേ നമുക്ക് പുറത്തുള്ള ആൾക്കാരുടെ ജഡ്ജ്മെന്റ്സ് ഒക്കെ ഫിയർ ആണെങ്കിൽ ഈ ഫിയർ ഒക്കെ അവിടുന്ന് എന്ത് ചെയ്യും, നമ്മുടെ എനർജി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, പോകും. അതൊന്നും അത്ര വലിയ മാറ്റർ അല്ലാതാവും. മാത്രമല്ല മറ്റുള്ളവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതുകൂടി പോസിറ്റീവായിട്ട് വരുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ എല്ലാവരെയും ശരിയാക്കിയിട്ടേ ഞാൻ വിജയിക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, വിജയിക്കില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മളിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ് ബിലീഫ്സോ എന്തെങ്കിലും ഇമോഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് എന്ത് വരും, നമുക്ക് ജീവിക്കാനായിട്ട് വിജയിക്കാനായിട്ട് ആവശ്യമുള്ള എനർജി എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. അതാണ് എന്ത് ചെയ്യുക, നമ്മളെ ഉയരാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും അതില്, നമുക്ക് നമ്മുടെ ബോഡി കെയർ ചെയ്യാം, നമ്മുടെ മൈൻഡ് കെയർ ചെയ്യാം, നമ്മുടെ സോളിനെ കെയർ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള കെയർ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യാം.
മൈൻഡ് പോസിറ്റീവ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല, അത് വേറെന്തോ പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ മൈൻഡിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യല്ല. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കോൺഫിഡന്റ് ആയിരുന്നു. നടക്കാനും സൈക്കിൾ ചവിട്ടാനും ഒക്കെ പഠിച്ചത് ആ കോൺഫിഡൻസ് ആണ്. എത്ര പ്രാവശ്യം വീണു എന്നിട്ടും പഠിച്ചു അല്ലെ. അപ്പൊ അതിലൊരു പോസിറ്റിവിറ്റി അവിടെ ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടി വരിക, ആ പോസിറ്റിവിറ്റി ഇല്ലാതാവാനായിട്ട് കാരണമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വന്നു പോയിട്ടുണ്ടോ അതിനൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ മൈൻഡ് പോസിറ്റീവ് ആവാന്ന് പറഞ്ഞാൽ പുതിയ എന്തോ നമ്മൾ ആഡ് ചെയ്യല്ല. എന്താണ്, നമ്മുടെ പോസിറ്റിവിറ്റി, നമ്മുടെ ശരിയായിട്ടുള്ള പോസിറ്റിവിറ്റി ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊരിക്കലും അൺനാച്ചുറൽ ആയിട്ടുള്ള അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവം അല്ല മൈൻഡ് പോസിറ്റീവ് ആക്കുന്നുള്ളത്. അത് ആക്ച്വലി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. നമ്മുടെ ആ കുട്ടിയായിരുന്ന സമയത്ത് പടച്ചോൻ, നമുക്കറിയാലോ, പടച്ചോൻ, നമ്മൾ ചില സമയത്ത് പരാതി പറയും, പടച്ചോൻ എന്താ എന്റെ ലൈഫ് ഇങ്ങനെ ആക്കിയത്, അല്ലെങ്കിൽ എന്നെ എന്താ ഇങ്ങനെ ജനിപ്പിച്ചത്. ഒരിക്കലും പടച്ചോൻ ജനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല. ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ജനിപ്പിക്കുന്ന സമയത്ത് എന്താണ്, കോൺഫിഡൻസും ഹാപ്പിനെസ്സും ഒക്കെ ഉള്ള ആൾക്കാരായിട്ടാണ് ജനിച്ചത്. പക്ഷേ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളാണ് എന്താക്കിയത്, സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ട് ഉള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തത്, ഈ അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അല്ലെ. അപ്പൊ പടച്ചോൻ നമുക്ക് ഇവിടെ ഫ്രീ വില്ല തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നല്ലത് മാത്രമല്ലേ നടക്കുള്ളൂ. പടച്ചോൻ എല്ലാം നമുക്ക് തന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമുക്ക് ഇവിടെ ചീത്ത മനുഷ്യന്മാരുള്ളത്, നല്ല മനുഷ്യന്മാരുള്ളത്. ഓക്കെ. അപ്പം ഇനി നമുക്ക് ചൂസ് ചെയ്യാം, നല്ലത് ചെയ്യണോ ചീത്തത് ചെയ്യണോ, ഞാൻ എന്റെ സെൽഫിനെ കെയർ ചെയ്യണോ വേണ്ടേ. ഇത് നമുക്ക് ഇതാക്കാം. നമ്മൾ സെൽഫ് കെയറിന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഴയ പടച്ചവൻ നമ്മളെ പടച്ച സമയത്ത് നമ്മൾ എങ്ങനെയാ ഉണ്ടായിരുന്നത്, അതേ ഹാപ്പിനെസ്, അതേ കോൺഫിഡൻസ്, അതേ പോസിറ്റീവ് മൈൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ ആരൊക്കെയാണോ സഹായിക്കുന്നത്, ഏതൊക്കെ ഇടങ്ങളാണോ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അവരിലേക്ക് കൂടുതൽ ചേരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. കാരണം നമ്മൾ സമൂഹത്തിന് എടുത്തു കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ എന്താണ്, ഒരേ പാറ്റേണിലുള്ള ആൾക്കാർ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഇടയിൽ നമ്മൾ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല്, പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒളിച്ചോടാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് തീരുമാനിക്കാം എത്ര സമയം ഞാൻ ഇവരുടെ അടുത്ത് കൊടുക്കും, എത്ര സമയം മറ്റുള്ളവരുടെ അടുത്ത് കൊടുക്കും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോ നമ്മൾ ഇവിടെ ഇനി ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെൽഫിനെ ഒന്ന് ബെറ്റർ ആക്കുന്ന, സെൽഫിനെ കൂടുതൽ റിയലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇടങ്ങൾ തിരയുക. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഓക്കെ. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. മറ്റു ഇടങ്ങളിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യും, മുന്നോട്ട് പോകുന്നുള്ളതാണ്. മറ്റുള്ളവർ തരുന്ന കുറച്ച്, മറ്റുള്ളവർ നമുക്ക് ഇട്ട് തരുന്ന ചെറിയ അരിമണി പറക്കി തിന്നാന്നല്ലാതെ നമ്മൾ നമ്മളെ പറ്റിയിട്ടൊന്നും മനസ്സിലാവില്ല. ഓക്കെ. അപ്പം ഇവൻ നമ്മൾ ഒരുപാട് സഫർ ചെയ്യുകയാണെങ്കിൽ കൂടി മറ്റുള്ളവർ പറയും നീ അടിപൊളിയാണ് എന്ന് പറയുമ്പോ അത് വിശ്വസിച്ചിട്ട് പിന്നെയും ആ സഫറിങ്ങിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എന്താണ്, നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയം കുറച്ചുകൊണ്ട് നമ്മുടെ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, നമ്മുടെ സെൽഫിനെ കൂടുതൽ റിയലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ നമ്മളായിട്ട് അംഗീകരിക്കുന്ന ഇടങ്ങളിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ പോവുക. അവിടുന്ന് എന്ത് ചെയ്യാം, നമ്മളെ സെൽഫിനെ നമ്മൾ അറിഞ്ഞു തുടങ്ങുക. പഴയ ആ ശരിയായിട്ടുള്ള നമ്മുടെ സെൽഫിലേക്ക് എന്ത് ചെയ്യുക, എത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ലൈഫ് എൻഡ് ആവുന്ന സമയത്ത് റിഗ്രറ്റ് ഉണ്ടാവില്ല. മറ്റേതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എത്ര, നമ്മൾ മറ്റേ ഒരു കാറ്റഗറി അല്ലെങ്കിൽ മറ്റേ ടൈപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് എത്ര നമ്മൾ അവരെ ഇമ്പ്രസ് ചെയ്താലും, എത്ര ഉപകാരങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും, ഒരു പക്ഷെ അവസാനം എന്ത് ചെയ്യും, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. ഓക്കെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഉം, ആ പാറ്റേൺ അങ്ങനെയാണ് അവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ സെൽഫിനെ അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാല്, നമ്മൾ സെൽഫിനെ അറിയുമ്പം ഇവൻ ചിലപ്പോൾ കുത്തുവാക്കുകൾ കേട്ടാലും അതൊന്നും നമ്മളെ ബാധിക്കൂല. കാരണം നമ്മൾ ഓൾറെഡി എന്താണ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. നമ്മൾ സെൽഫിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് അവരോട് വെറുപ്പ് പോലും തോന്നൂല. എന്താണ്, നമുക്ക് അവരോട് സഹതാപമോ സ്നേഹമോ ഒക്കെ എന്ത് ചെയ്യുക ആ സമയത്തും തോന്നുക, നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണല്ലോ എന്നുള്ള ഒരു സംഭവം. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പം ഒരിക്കലും ഞാൻ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ചിന്തിച്ചിട്ട് അതാണ് സത്യം എന്ന് ചിന്തിക്കരുത്. ഇപ്പൊ അതാണ് തോന്നുന്നുള്ളത് ശരി തന്നെയാണ്. ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവാം, അത് ശരിയാവാം, അത് വാലിഡ് ആണ്. പക്ഷെ അത് ട്രൂ അല്ല. അതാണ് യാഥാർത്ഥ്യം എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും വിശ്വസിക്കരുത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ ഉള്ളതിനെ അംഗീകരിക്കുക. ഇപ്പൊ എന്തൊക്കെ കുറവുകളുണ്ടോ, എന്തൊക്കെ കൂടുതലുകളുണ്ടോ, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ. ഇന്ന നെഗറ്റീവ് തിങ്കിങ് എനിക്കുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. പക്ഷെ എന്ത് ചെയ്യും, ഗ്രാജുവലി ഞാൻ എന്ത് ചെയ്യും, ഇതിനൊക്കെ ഞാൻ മാറ്റി 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 കൊണ്ടുവരും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മളുടെ ഉള്ളില് ഇന്നർ ഹാപ്പിനെസ് പോലെ കോൺഫിഡൻസ് എനർജി ഒക്കെ എന്ത് ചെയ്യും, കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നുള്ളതാണ്.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വേ. ശരിയായിട്ടുള്ള വേ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പം ഈ വേയിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റിലുണ്ടാവും. പക്ഷെ അവരെ നമ്മൾ തല്ലുകൂടുക, അല്ലെങ്കിൽ അവരെ നമ്മൾ ചീത്ത വിളിക്കുക, അങ്ങനൊന്നുമല്ല. നമ്മൾക്ക് ചോയ്സ് ഉള്ള എന്താണ്, എത്ര സമയം അവരിൽ നമുക്ക് സ്പെൻഡ് ചെയ്യണം വേണ്ട എന്നുള്ളത് നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം. കാരണം നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ആൾക്കാരിന് നമുക്ക് എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. ഓക്കെ, നമ്മുടെ സെൽഫ് കെയർ കൂടിയാണത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ സെൽഫിനെ കെയർ ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷത്തിലേക്ക് തിരിച്ചു വരിക. അപ്പോ ഇപ്പൊ നമ്മുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഒരു പീക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. കോൺഫിഡൻസും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും യൂണീക്നെസ് ഒക്കെ ഉള്ള ആ പീക്കിൽ നിന്നാണ് തുടങ്ങിയത്. അവിടുന്ന് വന്നിട്ട് നമ്മളിപ്പം ചിലപ്പോൾ കുറച്ച് ഡൗണിലാണ് കിടക്കുന്നുണ്ടാവുക. ഈ മൊമെന്റിൽ നമ്മൾ വിചാരിക്കുകയാണ് ഇനി മുതൽ ഞാൻ സെൽഫ് കെയർ ചെയ്യും, ഇനി മുതൽ എന്റെ സെൽഫിനെ ഞാൻ കെയർ ചെയ്യുമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഉയർന്നു പോകാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വേ ചൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലൈഫിൽ ഫുൾ ആയിട്ടുള്ള ഒരു സംതൃപ്തി എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്തിയിട്ട് നമ്മൾ അതേ ഈ വേയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു വേയിൽ തന്നെ പോകുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. ചിലപ്പോൾ മറ്റുള്ളവരുടെ അപ്രിസിയേഷനിൽ ഒരു ടെമ്പററി ഹാപ്പിനെസ് നമുക്ക് തോന്നാം, പക്ഷെ ഉള്ളിലൊരു സംതൃപ്തി, എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യില്ല. ഓക്കെ, അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സെൽഫിനെ അറിയാനായിട്ട്, സെൽഫിനെ കെയർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും എല്ലാ സമയത്തും എന്ത് ചെയ്യുക, സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത് നമ്മുടെ സെൽഫിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പം ഈ ലോകത്ത് ആരും മോശമായിട്ടുള്ള ആൾക്കാരില്ല. ഓക്കെ, ഈ ഒരു ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടുള്ള, ഈ ഒരു അറിവ് കിട്ടിയിട്ടുള്ള ഒരാൾ ആക്ച്വലി ബ്ലെസ്ഡ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് സെൽഫ് എന്നുള്ള ഒരു നോളജ് പോലില്ല. അവർക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ അവരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ധാരണ മാത്രമേ ഉള്ളൂ. അതാണ് അവരുടെ ഐഡന്റിറ്റി, അതാണ് അവരുടെ മാസ്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സെൽഫ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള സെൽഫ് ഇങ്ങനെയാണ് എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള സെൽഫ് നമ്മൾ ഒന്നുകൂടിയും കോൺഫിഡന്റ് ആയിരിക്കും, ജോയസ് ആയിരിക്കും, നമ്മൾ ഹാപ്പി ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അറിവ് കിട്ടുക എന്ന് പറയുന്നത് എന്താണ്, അതും ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അപ്പം അറിവ് കിട്ടുക എന്ന് മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ട് എടുക്കുക. ഓക്കെ, സെൽഫ് കെയർ ചെയ്യാനായിട്ട്, നമ്മളെ തന്നെ ഒന്ന് ബെറ്റർ ആക്കാനായിട്ട് ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും, ഓരോ ഡേ കൂടുമ്പോഴും നമ്മൾ ബെറ്റർ ആവുന്നത് മനസ്സിലാവും. കുറച്ചുകൂടി നമ്മൾ സെൽഫ് കണക്റ്റഡ് ആയിട്ട് മാറുന്നതാണ്, നമ്മളോട് കണക്റ്റഡ് ആയിട്ട് മാറും. ഒന്നുകൂടിയും നമ്മൾ ജീവിതത്തിൽ ചിലപ്പം പെട്ടെന്നൊന്നും സക്സസ് ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ഇന്നർ ഹാപ്പിനെസ് നമുക്ക് എന്ത് ചെയ്യും, നിലനിർത്താനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ആ ഇന്നർ ഹാപ്പിനെസ് എന്ത് ചെയ്യും, സക്സസ് ആവാനുള്ള എനർജിയും ഒക്കെ നമുക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു മെസ്സേജ് എന്ത് ചെയ്യാം, മനസ്സിൽ വെക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ സെഷൻസിലെ രണ്ടാമത്തെ സെഷനാണ് ഇന്നത്തെ സെഷൻ. ഈ സെഷനിൽ നമ്മൾ മുഴുവനായിട്ടും പറഞ്ഞത് നമ്മുടെ സെൽഫിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അതിനെ കെയർ ചെയ്യണം എന്നുള്ളതാണ്, അതിനെ അറിഞ്ഞു തുടങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അറിഞ്ഞു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് ശരിയായിട്ടുള്ള ഗ്രോത്തിലെത്തും, ശരിയായിട്ടുള്ള സക്സസിലെത്തും. അതിനാണ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ സക്സസ്ഫുൾ എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പം ഈ സെഷൻ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മളെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, കുട്ടിക്കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നു. ഓക്കെ, അത് കുട്ടികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണോ ഈ ജോയസ്നെസ്സും ഹാപ്പിനെസ്സും കോൺഫിഡൻസും ഒക്കെ, അതോ എനിക്ക് ഇനിയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാവരും ഈ കഷ്ടപ്പാടിലാണോ ജീവിക്കുന്നത്? ഏഹ്, ഈ ലോകത്ത് ജോയസ് ആയിട്ട് ഇപ്പോഴും ജീവിക്കുന്ന വലിയ മനുഷ്യന്മാരുണ്ടോ? ഇപ്പോഴും ക്രിയേറ്റീവ് ആയിട്ടുള്ള വലിയ മനുഷ്യന്മാരുണ്ടോ? ഇപ്പോഴും ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്ന, വിച്ച് മീൻസ് പോസിറ്റീവ്ലി സെലിബ്രേറ്റ് ചെയ്യുന്ന മനുഷ്യന്മാർ ഇപ്പോഴും ഉണ്ടോ? അതെല്ലാവരും നമ്മള് ലോ ആയിട്ടുള്ള രീതിയിലാണോ ജീവിക്കുന്നത്? ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്ന, ഇപ്പോഴും ജോയസ് ആയിട്ട്, കോൺഫിഡന്റ് ആയിട്ട്, ക്രിയേറ്റീവ് ആയിട്ട് ജീവിക്കുന്ന വലിയ മനുഷ്യന്മാരുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾക്കും അങ്ങനെയൊക്കെ ആവാൻ പറ്റുന്നുള്ളതാണ്. അവരൊരു പക്ഷെ അവരുടെ സെൽഫിനെ കെയർ ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് അവരുടെ യുണീക്നെസ്സിനെ, അവരുടെ സെൽഫിനെ, അവരുടെ എന്താ പറയാ, അവരുടെ ആ ഒരു കോർ എസെൻസിനെ അവർ അംഗീകരിച്ച് മുന്നോട്ട് പോയതുകൊണ്ടായിരിക്കും അവർക്ക് ആ രീതിയിൽ ജീവിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്കും അങ്ങനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക, നമ്മളും ആ സെൽഫിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അത് എത്ര മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ കൂടിയും അക്സെപ്റ്റ് ചെയ്യുക, അതിനെ എംബ്രേസ് ചെയ്യുക. നമ്മൾ അതിൽ ഒരുപാട് നെഗറ്റീവ് തിങ്കിങ്സ് ഉണ്ട്, ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്, ഒരുപാട് മോശം ഹാബിറ്റ്സ് ഉണ്ട്. എന്നാലും ആ സെൽഫിനെ നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, പതുക്കെ പതുക്കെ ഓരോന്നിനെ നമ്മൾ റിമൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അതിനാണ് നമ്മൾ സെൽഫ് ലവ് എന്ന് പറയാം. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ജീവിക്കലല്ല. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ
ഇപ്പൊ നമ്മൾ ശരിയായിട്ടുള്ള സെൽഫിനെ അറിയാനായിട്ട് ഇപ്പത്തെ സെൽഫിൽ എനിക്ക് എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടോ, എന്തൊക്കെ പോസിറ്റിവിറ്റി ഉണ്ടോ, അതിനെ എല്ലാത്തിനെയും അംഗീകരിക്കും. ഞാൻ എന്നെ മുഴുവനായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു എന്നുള്ള തലത്തിൽ നിന്ന് നമ്മൾ ജീവിച്ചിട്ട് നമ്മളുടെ ആ ഒരു സെൽഫിനെ, റിയൽ ആയിട്ടുള്ള സെൽഫിനെ അറിഞ്ഞു തുടങ്ങുന്ന, അതിനാണ്, ആ ഒരു ശ്രമത്തിനാണ് നമ്മൾ എന്ത് പറയാം, സെൽഫ് ലവ് എന്ന് പറയാം. ഓക്കെ. അപ്പം സെൽഫ് ലവില് സെൽഫ് അക്സെപ്റ്റൻസ് എന്നാണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ സെൽഫ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ സെൽഫ് കെയർ ചെയ്യുക, അതിൽ നിന്ന് മുന്നോട്ട് പോവാം. കുറച്ചു കാലം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, എന്തൊക്കെയാണ് നമ്മളിലേക്ക് വരുന്നത് എന്നൊക്കെയുള്ളത് കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആണ്. ഇതിന്റെ ശരിയായിട്ടുള്ള തലം ഇപ്പോ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഇത് കേൾക്കുന്നവർക്ക്. പക്ഷേ നമ്മൾ ഈ സെൽഫ് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ സെൽഫിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും അനുഭവമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അതിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. ഓക്കെ. അപ്പം സെൽഫിനെ കെയർ ചെയ്ത് പോകുമ്പോൾ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും എന്നല്ല ഞാൻ പറയുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോഴും നിങ്ങൾ സെൽഫിനെ കെയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫൈനലി നമുക്ക് വരുന്നതായിരിക്കും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒരു ടൈം ആയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഉയരും എന്നുള്ളതാണ്. നമ്മുടെ ഗ്രാഫ് പെട്ടെന്ന് ട്രജക്ടറി ആയിട്ട് എന്ത് ചെയ്യും, ഉയരും എന്നുള്ളതാണ്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നമുക്ക് ഫ്രീ സെഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സെൽഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സെൽഫിനെ കൂടി ബെറ്റർ ആക്കുന്ന രീതിയിലുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇനിയും പറയാം. മൈൻഡിനെ പറ്റിയിട്ടും നമ്മുടെ ബോഡീനെ പറ്റിയിട്ടും സെൽഫ് കെയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടും സെൽഫ് ലവിനെ പറ്റിയിട്ടും സെൽഫ് അവയർനെസിനെ പറ്റിയിട്ടും, അങ്ങനെ നമ്മൾ സെൽഫ് കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ, മൈൻഡ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുക, എങ്ങനെയാണ് ആ രീതിയിൽ നമ്മൾ ഉയരാൻ പറ്റുക എന്നതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രീ സെഷൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പം ഫ്രീ സെഷൻ ആണ്, എല്ലാ ശനിയാഴ്ചയും ഉണ്ട് എന്ന് വിചാരിച്ച് ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. ഫ്രീ സെഷൻ ആണ് എന്നുള്ളത് ആക്ച്വലി ഇതൊരു സർവീസ് ആണ്. ഓക്കെ. കാരണം നമുക്ക് പെയ്ഡ് കോഴ്സുകൾ ഉണ്ട്, പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കാനും പെട്ടെന്ന് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പെയ്ഡ് കോഴ്സ് ഉണ്ട്. പക്ഷെ അതിന് എല്ലാവർക്കും വരാൻ പറ്റിക്കോളന്നില്ല. അപ്പൊ അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ട്, ഈവൻ സ്ലോ ആയിട്ടാണെങ്കിൽ കൂടിയും അവർക്കും കൂടിയും നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ എന്ത് കൊടുത്തിട്ടുള്ളത്, ഈ ഫ്രീ സെഷൻസ് കൊടുക്കുന്നത്. അപ്പൊ ഒരിക്കലും അതിന് വാല്യൂ ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, അതിന് വാല്യൂ ഉണ്ട്. പക്ഷെ ആ വാല്യൂ എന്ത് ചെയ്യണം, ഈവൻ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കൂടി എന്ത് ചെയ്യണം, കിട്ടണം. കാരണം അവർക്കും കൂടി എന്ത് ചെയ്യണം, ഇതിന്റെ ക്ലാരിറ്റീസ് കിട്ടണം എന്നുള്ള രീതിയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്രീ ആയിട്ടുള്ള സെഷൻസ് ചെയ്യുന്നത്. ഓക്കെ. ഒരു സർവീസ് ആണ് ഇത് ആക്ച്വലി. ഓക്കെ. അപ്പം അതിന് ആ ഒരു വാല്യൂ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. മാത്രമല്ല നമ്മൾ ഒക്ടോബർ നവംബർ അതിന്റെ ആ ഒരു ടൈമിൽ നമ്മൾ സെൽഫ് അപ്ഡേഷൻ 2.0 ഉദ്ദേശിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഇയറിൽ സെൽഫ് അപ്ഡേഷൻ ചെയ്തിരുന്നു. അതിൽ നമ്മൾ സെൽഫിനെ പറ്റിയിട്ടുള്ള ഓരോ ടോപ്പിക്കാണ് കഴിഞ്ഞ ഇയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്രാവശ്യം എന്താണ്, നമ്മൾ ഓരോ സെൽഫിനെ പറ്റിയിട്ട്, സെൽഫ് വർത്ത്, സെൽഫ് ഇമേജ്, സെൽഫ് അപ്രിസിയേഷൻ, സെൽഫ് അക്സെപ്റ്റൻസ്, അങ്ങനെയുള്ള സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള, നമുക്ക് സെൽഫ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതിനെ എല്ലാത്തിനെയും നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ക്ലാസ്സുകളും, അതിന് നമുക്ക് എന്തൊക്കെ ടാസ്കുകളാണ് ഉള്ളത്, ഓരോ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ വീക്കിലേക്ക് ചെയ്യാനായിട്ട് തരുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ സെഷൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോ എന്ത് ചെയ്യാം, ഉടനെ തന്നെ അതിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു വിടുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നവര് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സെഷൻ ആയിരിക്കും. അപ്പം മാക്സിമം എന്ത് ചെയ്യാം, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ. ഫ്രീ ആയിട്ടുള്ള എല്ലാതും എന്തല്ല, വാല്യൂ ഇല്ലാത്ത സംഭവങ്ങളല്ല. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒന്നോ രണ്ടോ വിസിറ്റംസ് ആണെങ്കിലും, ഒന്നോ രണ്ടോ കാര്യങ്ങളാണെങ്കിൽ കൂടിയും അതിനെ ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാ. ബാക്കിയുള്ള എല്ലാം നിങ്ങളിലേക്ക് വന്നോളൂ. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ ജോയിനിങ്. ഇത്ര നേരം ഇരുന്നതിന് വളരെയധികം നന്ദി. കാരണം പറയുന്ന ആൾ മാത്രം ഉണ്ടായാൽ പോരാ ഒരു സെഷനിൽ, അത് കേൾക്കുന്ന ആൾക്കാരുണ്ടാവണം. അത് പറയുന്ന ആൾക്കാർക്ക് സെഷൻ എടുക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്, പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളത് അറിയുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കുന്നു എന്ന് അറിയുമ്പോഴാണ് ആ സന്തോഷം നമുക്ക് ഇരട്ടിക്കുക. ഓക്കെ. സോ അതുകൊണ്ട് എന്താണ്, ഇതിൽ ഈ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ഇപ്പം ഒരാളാണെങ്കിലും 10 ആളാണെങ്കിലും 100 ആൾക്കാരാണെങ്കിലും നമ്മൾ സെഷൻസ് എടുക്കും എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സർവീസ് ആണ്. ഓക്കെ. അപ്പം ഇത് ഉപകാരപ്പെടുന്നവരൊക്കെ എന്ത് ചെയ്യട്ടെ, ഉപകാരപ്പെടട്ടെ. ഇതിന്റെ വാല്യൂ കാണുന്നവരൊക്കെ ഇതിന്റെ വാല്യൂ കണ്ടിട്ട് തന്നെ എന്ത് ചെയ്യട്ടെ, ഇനിയുള്ള സെഷനിൽ വരട്ടെ. ഓക്കെ. അപ്പൊ അത്രയും പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. സി യു നെക്സ്റ്റ് ക്ലാസ്.